വസ്തുപുരുഷം വന്ദേ സർവദിക് പരിവേഷിതം ശിരസാധാരയും ഭൂമി പാദന സർവദ പ്രഭു സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും ക്ഷേത്രവാസ്തുവിന്റെ ബേസിക് കോഴ്സിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 27ഓളം ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രാഥമികമായിട്ടുള്ള ക്ഷേത്രവാസ്തുവിന്റെ നിയമങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ബാക്കിയുള്ള ഒരു ചെറിയ വിഷയം, ഒരു ക്ഷേത്രത്തിന്റെ ബിംബപ്രതിഷ്ഠാ വിഷയമാണ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ളത്. ആ വിഷയം പറയാൻ നിങ്ങളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം എന്നും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ആ പറയാൻ വിട്ടുപോയ ഭാഗം ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം നിങ്ങളുടെ പൊതു സംശയങ്ങളും നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്ന സെഷനിലേക്ക് പോവാം. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഗ്രൂപ്പില് ഒരു ഫോട്ടോ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതില് നമ്പർ എഴുതിയാൽ 1-2 മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ വെച്ച് ചെയ്തപ്പോ 1-2 നമ്പർ മിസ്റ്റേക്ക് ഉണ്ട്. അതിനെ ക്രമമായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പ്രതിഷ്ഠാ സമയത്ത് ഗർഭഗൃഹത്തിനെ എങ്ങനെയാണ് പദമാക്കുന്നത് എന്നതിന് ക്രമമാണ് ഞാൻ ആ ചിത്രത്തിൽ ഉദ്ദേശിച്ചത്. അതിന്റെ നിയമം ഒന്ന് പറയാം. സാമാന്യമായിട്ട് വാസ്തുപുരുഷ മണ്ഡല സങ്കല്പത്തിലെ 8-8-64 പദമുള്ള മണ്ഡൂക പദമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 9-9-81 പദമാണ് മനുഷ്യാലയങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യുന്നതിനായിട്ട് വാസ്തുപുരുഷ മണ്ഡലത്തിനെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിനെ സങ്കല്പിക്കുന്നത്, പുരുഷമണ്ഡലം അല്ല, വാസ്തുമണ്ഡലത്തിനെ സങ്കല്പിക്കുന്നത് 49 പദങ്ങളുള്ള മണ്ഡലമായിട്ടാണ്. അതായത് 7 വീതമുള്ള കള്ളികളായിട്ടുള്ള 49 പദങ്ങളുള്ള മണ്ഡല സങ്കല്പത്തിലാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ ഗർഭഗൃഹത്തിനെയാണ് ഈ തരത്തില് സങ്കല്പിക്കുന്നത്. ഗർഭഗൃഹത്തിനെ 49 പദങ്ങളായിട്ട് അല്ലെങ്കിൽ കള്ളികളായിട്ട് സങ്കല്പിച്ചാൽ അതിന്റെ ഏറ്റവും മധ്യത്തിലുള്ള ഒരു പദം, ചിത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മധ്യത്തിലുള്ള ഒരു പദം, അത് സാമാന്യമായിട്ട് എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ബ്രാഹ്മപദമാണ്. ബ്രഹ്മൻ എന്ന ദേവതയുടെ പദമായിട്ടുള്ള ബ്രാഹ്മപദമാണ്. ഇതിന് ചുറ്റുമുള്ള 8 കള്ളികള്, 1 മുതൽ 8 വരെ നമ്പർ ഇട്ടിരിക്കുന്ന കള്ളികള് ദേവപദം എന്ന പേരിലും, അതിന് പുറത്തുള്ള കള്ളികള്, അതിന് ചുറ്റും 16 കള്ളികളുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. അകത്ത് ഒരു കള്ളി ബ്രാഹ്മം, അതിന്റെ പുറത്തുള്ള 8 കള്ളികൾക്ക് ദേവം എന്ന പേര്, ദേവപദം എന്ന പേര്. അതിന് പുറത്തുള്ള പദത്തിന് മാനുഷം എന്നാണ്. 16 കളങ്ങളുണ്ട്. ആ 16 കളങ്ങൾക്ക് മാനുഷപദം എന്നാണ് പേര്. ഏറ്റവും പുറംഭാഗത്തുള്ള 24 കളങ്ങളുണ്ട്. ആ 24 കളങ്ങൾക്ക് പിശാചം എന്നാണ് പേര്. അപ്പോ ബ്രാഹ്മപദം, ദേവപദം, മാനുഷപദം, പിശാചപദം. നമ്മള് ബേസിക് വാസ്തു അറിയുന്നവർക്ക് അറിയാം, വീഥികൽപ്പന എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. നമ്മുടെ വാസ്തുവിദ്യയിൽ ഒരു വീഥികൽപ്പന സങ്കല്പമുണ്ട്. ആ വീഥികൽപ്പന പ്രകാരമുള്ള ഒരു സങ്കല്പത്തിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്തരത്തിലെ ഒരു മണ്ഡല കൽപ്പന ചെയ്തിരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരു സാമ്യമുണ്ട് എന്നെഴുതാലും അതേപോലെയല്ല. അവിടെയുള്ള 9 വീഥികള് അല്ലെങ്കിൽ ആ കൽപ്പനയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ 4 പദകൽപ്പനയാണുള്ളത്: ബ്രാഹ്മം, ദേവം, മാനുഷം, പിശാചം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പ്രതിഷ്ഠ ഒരിക്കലും പിശാച പദത്തിലേക്ക് പോകരുത് എന്നുള്ളത് ഒരു പൊതു നിയമമാണ്. ദേവപദത്തിലും മനുഷ്യപദത്തിലും ബ്രാഹ്മപദത്തിലുമാണ് ദേവതാ പ്രതിഷ്ഠ സങ്കല്പങ്ങൾ എപ്പോഴും വരുന്നത്. മിക്കവാറും അത് ബ്രാഹ്മപദത്തിൽ തന്നെ ആയിരിക്കും. ബ്രാഹ്മപദത്തിലെ വലിയ ക്ഷേത്രങ്ങളാണെങ്കിൽ ബ്രാഹ്മപദത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കും. ചെറിയ ക്ഷേത്രങ്ങളാവും തോറും ബ്രാഹ്മപദത്തിൽ നിന്ന് അത് ദേവപദത്തിലേക്ക് സാമാന്യേന കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ആ കൽപ്പന എങ്ങനെയാണെന്നൊന്ന് പറയാം. നോക്കിവിടെ ഈ 7-49 പദങ്ങളായിട്ട് സങ്കല്പിച്ചു. അതിനെ ഈ 4 പദ കൽപ്പനയിലും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ ബ്രാഹ്മപദത്തിലാണ് പ്രതിഷ്ഠാ സങ്കല്പത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ബ്രാഹ്മപദത്തെ തെക്ക് വടക്ക് രേഖകൾ കൊണ്ട് 15 സമവിസ്താരമായിട്ട് തിരിക്കണം. 15 സമവിസ്താരം ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആകെയുള്ള ഉൾവിസ്താരം 4 കോൽ 2 വിരലാണെങ്കിൽ അതിന്റെ ദീർഘവിസ്താരങ്ങൾ 4 കോൽ വിരലായിരിക്കും. ആ 4 കോൽ വിരലിനെ
ഭാഗമാക്കിയിട്ട് അതിനെ 49 പദമാക്കിയിട്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആകൃതിയിലുള്ള ക്ഷേത്രമാണെങ്കിലും അതിന്റെ ഗർഭഗൃഹം എന്ന് പറയുന്ന ഭാഗം സമചതുരായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പറയൂ സോമനാഥ്. ഹലോ സാർ, സൗണ്ട് കിട്ടിയെന്നില്ല, അത് നോക്കിയതാണ് സാർ. ശരി ശരി, ഓക്കെ. ഇവിടെ സമചതുരമാണ് ഗർഭഗൃഹം എന്നുള്ളത്. അപ്പൊ അതിനെ സമചതുരത്തിനെയാണ് പദകൽപ്പന ചെയ്യേണ്ടത്. മറ്റേത് ആകൃതികളായാലും അകത്തുള്ള ഗർഭഗൃഹ സങ്കല്പം എന്നുള്ളത് സമചതുരമാണ്. ചില ക്ഷേത്രങ്ങൾ ദീർഘചതുരാകൃതിയിൽ ഉണ്ടെങ്കിലും ദീർഘചതുരത്തിനെ സമചതുരമായിട്ട് സങ്കല്പിച്ചിട്ടാണ് പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പൊ രണ്ട് സമചതുരങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് ദീർഘചതുരം ഉണ്ടാക്കുന്നതുകൊണ്ട് മധ്യ സമചതുരം ഏതാണോ വിസ്താരമായിട്ടുള്ളത് ആ വിസ്താരത്തിന് തുല്യമായിട്ടുള്ള ദീർഘത്തോട് ചേർന്നിട്ടുള്ള സമചതുരത്തിലേക്കാണ് ഈ പദകൽപ്പന ചെയ്യേണ്ടത്. എന്നിട്ട് ബ്രാഹ്മപദത്തിനെ തെക്ക് വടക്ക് രേഖകൾ കൊണ്ട് 15 ഭാഗമാക്കുന്നു. ആ 15 ഭാഗം അതിന്റെ അപ്പുറത്ത് തൊട്ട ബാക്കിൽ വരുന്ന, അതായത് ബ്രാഹ്മപദത്തിന് ശേഷം വരുന്ന ദേവമാനുഷ പദങ്ങളെ ക്രമമായിട്ട് 13ഉം 11ഉം രേഖകൾ കൊണ്ട് വിഭജിക്കുന്നു. പിശാച് വിധിയെ 9 രേഖകൾ കൊണ്ട് വിഭജിക്കുന്നു എന്നാണ് ഒരു പദകൽപ്പനയുള്ളത്. അപ്പോ ഇങ്ങനെ പദകൽപ്പന ചെയ്ത് അപ്പോ മധ്യത്തിലെ പദകൽപ്പന പ്രകാരം 15 പദങ്ങൾ ഉണ്ടാവും. മധ്യത്തിൽ നിന്ന് 7 പദങ്ങൾ മുന്നോട്ടും പുറകിലോട്ടും ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ മതി. 8ാമത്തെ പദം നടുക്കായിട്ടുണ്ടാവും. അപ്പൊ 8 മധ്യത്തിൽ നിന്ന് ഓരോ പദങ്ങൾ വീതം പുറകിലോട്ടും മുന്നിലോട്ടും ആയിട്ട് 15 പദങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആ ക്രമത്തില് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ ബ്രാഹ്മപദത്തില് എവിടെ വേണം പ്രതിഷ്ഠ സങ്കല്പിക്കാനായിട്ട് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. 4 കോൽ 2 വിരൽ എന്നൊക്കെ പറഞ്ഞ ചെറിയ ക്ഷേത്രങ്ങളാണ്. ചെറിയ ക്ഷേത്രങ്ങളിൽ ഈ ബ്രാഹ്മപദ കൽപ്പന എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കും. അതായത് 7 ആയിട്ട് വിഭജിക്കുക എന്ന് പറയുമ്പോൾ തന്നെ 7 പദങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ 7 പദങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ 4 കോൽ 2 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അരക്കോല് പോലും തികയില്ല ഒരു ഭാഗം. ഇപ്പൊ ബ്രാഹ്മം എന്ന് പറയുന്നത് മിക്കവാറും അരക്കോല് തികയാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇത് ബ്രാഹ്മപദത്തിൽ നിന്ന് ദേവപദത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. മീൻസ് കുറച്ചുകൂടി അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ നിയമങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. സാമാന്യേന തന്ത്രിമാര് ഈ ബ്രഹ്മപദത്തെ സങ്കല്പിച്ചിട്ട് അതിനെ പാർശ്വപുഷ്ട ഗമനങ്ങൾ മാത്രം കൊടുത്തിട്ട് പ്രതിഷ്ഠ ചെയ്യുന്ന രീതിയുണ്ട്. അത് 2 രീതികളും നിലവിലുണ്ട്. പാർശ്വപുഷ്ട ഗമന രീതി നമുക്ക് ഇതിനു ശേഷം പറയാം. അപ്പോ ഈ പദമാക്കിയാണെങ്കിൽ പദത്തിലേക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 15, 12, 15, 13, 11, 9 അങ്ങനെയാണ് പദമായിട്ട് പുറകിലോട്ട് വരുന്നത്. അപ്പൊ 15, അതിനുശേഷം 13, അതിനുശേഷം 11, അതിനുശേഷം 9 അങ്ങനെയാണ് പദങ്ങളായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പൊ ദേവപദം നിങ്ങൾക്ക് അറിയാം, കുറച്ചും കൂടി വലിയ പദങ്ങളായിരിക്കും ഉണ്ടാവുക. കുറച്ചും കൂടി വലിയ സ്ഥാനമായതുകൊണ്ട് വലിയ പദങ്ങളായിരിക്കും ഉണ്ടാവുക. മാനുഷപദത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അധികരിക്കും. അപ്പോ മാനുഷപദത്തിലേക്ക് പോകുന്നത് ചില പ്രത്യേക പ്രതിഷ്ഠയ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷത്തെങ്കിൽ അത് ബ്രാഹ്മപദത്തിൽ തന്നെ അതിനെ മധ്യമായിട്ട് സങ്കല്പിച്ചിട്ട് അതിനെ പ്രതിഷ്ഠിക്കുന്നതാണ്. അപ്പൊ ബിംബത്തിന്റെ മധ്യത്തെ പദമധ്യമായിട്ട് കണ്ടിട്ട് പ്രതിഷ്ഠയെ സ്ഥാനം കാണുന്നതാണ്. ഇനി നോക്കാം. ഇത് ദേവന്മാർക്ക് അനുസരിച്ചുകൊണ്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ദേവന്റെയും സ്ഥാനം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പൊതുവെയുള്ള നിയമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1 കോലിൽ താഴെ വലുപ്പമുള്ളത് എല്ലാം അല്പലിംഗങ്ങളാണ്. 1 കോൽ താഴെയുള്ളതല്ല. 1 കോൽ മുതൽ 5 കോൽ വരെയുള്ള ലിംഗങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സാമാന്യേന ഉള്ള ഒരു മഹാലിംഗ പ്രതിഷ്ഠ എന്നുള്ള സങ്കല്പത്തിൽ പറഞ്ഞത്. അങ്ങനെ മഹാലിംഗമാണ് പ്രതിഷ്ഠിക്കുന്നത് എങ്കില് ബ്രാഹ്മപദത്തിന്റെ നടുവിലത്തെ അംശത്തിൽ തന്നെ കൃത്യം മധ്യത്തിൽ തന്നെ പ്രതിഷ്ഠിക്കണം എന്നാണ് പൊതു നിയമം. എന്നാൽ അല്പലിംഗമാണ് പ്രതിഷ്ഠിക്കുന്നെങ്കിൽ ബ്രാഹ്മപദത്തിന്റെ മധ്യാംശത്തിൽ നിന്ന് പിന്നോക്കം 2ാമത്തെ അംശത്തിൽ സങ്കല്പിക്കണം എന്നാണ്. അപ്പൊ മദ്യം കണ്ടിട്ട് അതിനെ 15 അംശമാക്കിയ അതിലെ ഒരു അംശത്തിൽ നിന്ന് 2 അംശം എടുത്തിട്ട് ആ 2ാമത്തെ അംശത്തെ മധ്യമാക്കി കണ്ടിട്ട് പ്രതിഷ്ഠിക്കണം എന്നാണ്. അപ്പൊ മഹാലിംഗങ്ങളെല്ലാം മധ്യത്തിലാണ്. ഗമനമുണ്ട്, അതിനുശേഷം പറയാം. അല്പലിംഗങ്ങൾ മറിച്ച് മധ്യത്തിൽ നിന്ന് അല്പം പിന്നോട്ട് എന്നാണ്. പിന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷ്ഠാ ദിക്ക് ഏതാണോ, അപ്പോ കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ
പടിഞ്ഞാറോട്ടാണ് രണ്ടാമത്തെ പദം കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ബ്രാഹ്മപദത്തിലെ മധ്യാംശത്തിൽ നിന്ന് പിന്നോക്കം രണ്ടാമത്തെ അംശത്തില്, വിഷ്ണു ആണെങ്കിൽ മൂന്നാമത്തെ അംശത്തിലാണ് പ്രതിഷ്ഠ. ഇപ്പോ മനസ്സിലാക്കേണ്ട ഇതാണ്, നിങ്ങൾ പീഠവും പ്രതിഷ്ഠയും ചേർന്നിട്ടുള്ള വരിക. അപ്പൊ ആദ്യം ഗർഭഗൃഹത്തിനെ അംശിച്ചിട്ട് നമ്മൾ മണ്ഡലം വരച്ചിടുകയും അതിനെ സ്ഥാനം കൽപ്പിച്ചിട്ട് പീഠത്തിന്റെ മധ്യത്തെ മാർക്ക് ചെയ്തിട്ട് അത് മുൻപേ നിശ്ചയിക്ക പ്രകാരമാണ് നമ്മൾ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൃത്യം സ്ഥാനം കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആദ്യം ഗർഭഗൃഹത്തിനെ നമ്മൾ ഒരു മണ്ഡലമാകൃതിയിൽ വരച്ച് മാർക്ക് ചെയ്തിട്ടാണ് പ്രതിഷ്ഠ കൊടുക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രതിഷ്ഠയ്ക്ക് മുൻപായിട്ട് തന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പീഠത്തിന് വരെയുള്ള സങ്കല്പം വെച്ചിട്ടുണ്ടാവണം. അപ്പോ മൂന്നാമത്തെ അംശത്തിലാണ് മഹാവിഷ്ണു. സുബ്രഹ്മണ്യൻ, ശങ്കരനാരായണൻ തുടങ്ങിയവരാണെങ്കിൽ നാലാമത്തെ അംശത്തിലാണ്. അപ്പോ മധ്യത്തിലെ, രണ്ടാമത്തെ അംശത്തില്, മൂന്നാമത്തെ അംശത്തില്, നാലാമത്തെ അംശത്തില്. ഇനി ദുർഗയാണെങ്കിൽ ആറാമത്തെയാണ് അംശം. അപ്പൊ പുറകിൽ നിന്ന് ആറാമത്തെ അംശത്തിലാണ് ദുർഗ വരുന്നത്. ശങ്കരനാരായണൻ തന്നെ പക്ഷാന്തരമായിട്ട് എട്ടാമത്തെ അംശത്തില്. അപ്പൊ രണ്ടില്, അത് കഴിഞ്ഞ് മൂന്നില് പറഞ്ഞു, പിന്നെ നാലില് പറഞ്ഞത് തന്നെ പക്ഷാന്തരമായിട്ട് നമുക്ക് എട്ടാമത്തെ അംശത്തിലും ചെയ്യാവുന്നതാണ്. ഇനി അയ്യപ്പനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അയ്യപ്പൻ കുറച്ചും കൂടി പുറകിലോട്ട് ഇറങ്ങിയാണ് ഇരിക്കുക. അയ്യപ്പനെയാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ മധ്യത്തിൽ നിന്ന് 16ാമത്തെ അംശത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. സ്വാഭാവികമായിട്ട് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ദേവപദത്തിൽ അവസാന ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. അയ്യപ്പനെ പ്രതിഷ്ഠിക്കുകയാണ്. ഗണപതി ആണെങ്കിൽ നടുവിലത്തെ അംശത്തിൽ നിന്ന് 20ാമത്തെയാണ്, ഏറ്റവും പുറകിലോട്ട് പോകുന്നത് ഗണപതിയാണ്. 20ാമത്തെ അംശത്തിലാണ്, 20ാമത്തെയോ അല്ലെങ്കിൽ 21ാമത്തെയോ അംശത്തിലെ ഗണപതിയെ പ്രതിഷ്ഠിക്കാം. ഇതാണ് ഒരു പൊതു നിയമം എന്നുള്ളത്. അപ്പൊ ഈ ദേവനെ അനുസരിച്ചുകൊണ്ട് ഇത് പ്രധാന ദേവതകളെ പറഞ്ഞ്, ഇനി മറ്റു ദേവതകളും ഇതുമായി സങ്കല്പിക്കപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട ദേവതകളാണെങ്കിൽ ഇതേ സങ്കല്പത്തിൽ തന്നെ, ശൈവമാണെങ്കിലും ശാക്തയാണെങ്കിലും വൈഷ്ണവാണെങ്കിലും ഇതേ സങ്കല്പത്തിൽ തന്നെ പ്രതിഷ്ഠാ സ്ഥാനം കണ്ടെത്താം. ഇതിന്റെ മധ്യത്തിൽ നിന്ന് പുറകിലോട്ടാണ് ഈ പറഞ്ഞ സ്ഥാനങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കാം. ഇനി ചെയ്യാനുള്ള അടുത്ത കാര്യം എന്നുള്ളത് ഗമനം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഒരു തരത്തിൽ പറഞ്ഞാൽ പുറകിലോട്ടുള്ള ഗമനമാണ്. ഈ സ്ഥാനം കൽപ്പിക്കുമ്പോ ബ്രഹ്മസ്ഥാനത്ത് നിന്ന് പുറകിലോട്ടുള്ള ഗമനമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ പാർശ്വത്തിലേക്കും ഈശാനിലേക്കും ഒരു ഗമനമുണ്ട്. പ്രതിഷ്ഠ സമയത്ത് മീൻസ് വടക്കോട്ടും അതോടൊപ്പം തന്നെ കിഴക്കോട്ടും എന്നുള്ളത് ഒരു ഗമനമുണ്ട്. അപ്പൊ വീണ്ടും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അല്പം ഗമനം കൊടുത്താണ് ചെയ്യുന്നത്. ഗമനം എന്നുള്ളത് പൊതുവെ വളരെ ചെറുതേ വരുള്ളൂ. ആ ഗമനത്തിന്റെയും കൂടി നിയമം ഒന്ന് പറയാം. പിന്നിലേക്കുള്ള ഗമനം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നമ്മളിപ്പോ പറയുന്ന ഒരു രേഖ, ഇപ്പൊ എല്ലാം തെക്ക് വടക്കായിട്ടുള്ള രേഖയാണ് സങ്കല്പിച്ചത്. ഈ തെക്ക് വടക്കായിട്ടുള്ള രേഖയിൽ നിന്ന് പുറകിലോട്ടാണ് നമ്മളിപ്പോ ഓരോ രേഖയെ മാറ്റി മാറ്റി വെച്ചത്. ഇനി ആ വരയിൽ തന്നെ വടക്കോട്ട്, അത് കിഴക്കോട്ട് നിൽക്കുന്ന ദേവതയാണെങ്കിലും പടിഞ്ഞാറോട്ട് നിൽക്കുന്ന ദേവതയാണെങ്കിലും വടക്കോട്ട് അല്പം ഗമനമുണ്ട്. ആ വടക്കോട്ടുള്ള ഗമനമാണ് ഇനി പറയാൻ. വടക്കോട്ടുള്ള ഗമനം എന്നുള്ളത് പ്രാസാദത്തിന്റെ ദ്വാരവിസ്താരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗമനം കൊടുക്കുന്നത്. പ്രാസാദത്തിന്റെ ദ്വാരവിസ്താരം, ഇപ്പോ ഒരു കോലാണ് പ്രാസാദത്തിന്റെ ദ്വാരവിസ്താരമെങ്കിൽ അതിന്റെ 126ൽ ഒരംശം, 126ൽ അംശിച്ചിട്ട് അതിൽ ഒരംശം. അപ്പൊ നിങ്ങൾക്കറിയാം, തീരെ ചെറിയ യവത്തിലുള്ള ഗമനാണ് വരിക. അതൊരു ചെറിയൊരു ഗമനം ആ വരയില് വടക്കോട്ട് നീക്കും. അപ്പോ 126ൽ അംശം നീക്കും. എന്നാൽ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ കൂടി ഓരോ ദേവതകൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ പൊതു നിയമം എന്ന് പറയുന്നത് 126 അംശമാണ്. അങ്ങനെ വടക്കോട്ട് നീക്കി അതോടൊപ്പം തന്നെ കിഴക്കോട്ടും ഈ ഒരു അംശത്തിനെ നീക്കി കൊടുക്കാറുണ്ട്. ഈ ഗമനം എന്നുള്ളത് അതത് ദേവന്റെ ബിംബത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ്. ആ ബിംബം എടുക്കുന്ന അളവിന്റെ ഒരു യവം എന്നാണ്. അപ്പൊ അതിന്റെ താലമാനത്തിനനുസരിച്ച് കൊണ്ടുള്ള യവമാണ് കണക്കാക്കേണ്ടത്. നമ്മൾ താലമാനം പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയാണോ താലം അതിന്റെ 4/1 അതിന്റെ അങ്കുലത്തിൽ നിന്ന് 8/1 യവമാനത്തിലേക്ക് 1 or 2 ബിംബയവമായിട്ട് ഗമനം കൊടുക്കാറുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്ന ആ പോയിന്റില് പ്രതിഷ്ഠയുടെ മദ്യം വരുന്ന രീതിയിൽ വേണം നമ്മൾ പ്രതിഷ്ഠിക്കാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറകിലോട്ടൊരു ഗമനം, അത് കിഴക്കോട്ടാണെങ്കിലും പടിഞ്ഞാറോട്ടാണെങ്കിലും പുറകിലോട്ടൊരു ഗമനം, അവിടെ നിന്ന് വടക്കോട്ട്, പിന്നെ അല്പം കിഴക്കോട്ട്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന അത്ര ഗമനം പിന്നീടുള്ള വടക്ക് കിഴക്ക് ഭാഗത്തേക്കുള്ള ഗമനം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും
ഈ വടക്ക് കിഴക്കോട്ട് ഒരു ഗമനം എല്ലാവർക്കും ഉണ്ട്. ഏത് പദത്തില് പ്രതിഷ്ഠിച്ചാലും വടക്ക് കിഴക്കോട്ട് അല്പം ഗമനമുണ്ട്. ആ ഗമനം വടക്കോട്ടുള്ളത് 126 ഒരു അംശവും മറ്റത് ഈ ബിംബ സ്വീകരിക്കപ്പെട്ട യവത്തിനെ 1 2 യവം കിഴക്കോട്ടും എന്നുള്ള സങ്കല്പത്തിലാണ്. ഇതില് ഓരോ ദേവതയ്ക്ക് അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ തന്ത്ര സമുച്ചയത്തിലും കുഴിക്കാട്ട് വച്ച ശേഷ സമുച്ചയം തുടങ്ങിയിരിക്കുന്ന തന്ത്രഗ്രന്ഥങ്ങളിലെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. പൊതുവെയുള്ള ഒരു നിയമം എന്നുള്ളത് ഇതാണ്. തന്ത്രിമാര് സ്വീകരിക്കപ്പെടുന്ന നിയമവും ഇതാണ് പ്രതിഷ്ഠയ്ക്കായിട്ട്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ബിംബങ്ങൾ, ബഹുവേര ബിംബമാണെങ്കിൽ ഇപ്പോ പീഠത്തോട് കൂടിയിരിക്കുന്ന ചെറിയ ബിംബങ്ങളാണ്, ലിംഗങ്ങളാണെങ്കിലാണ് ഈ നിയമം. ഈ ബഹുവേര ബിംബമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇരിക്കുന്ന ബഹുവേര ബിംബമാണ്. ബഹുവേര ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളോടും കൂടിയിട്ടുള്ള വലിയ ബിംബങ്ങള് നമുക്ക് പൊതുവെ 3D ആയിട്ട് കാണാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും ദർശിക്കാൻ പറ്റുന്ന വലിയ ബിംബങ്ങള്. ആ ബിംബങ്ങളാണെങ്കിൽ പൊതുവെ വലിയ ബിംബങ്ങളാണെങ്കിൽ അതിന്റെ അർച്ചനാ ബിംബം എന്നുള്ളത് മറ്റൊരു ബിംബം വേറെ ഉണ്ടാവും, ഒരു പ്രതിഷ്ഠ വേറെ ഉണ്ടാവും. അതിന്റെ പുറകിലായിട്ട് ഇപ്പോ പത്മനാഭസ്വാമിയുടെ അഭിഷേകാദികൾക്കായിട്ടുള്ള അർച്ചനാ ബിംബം എന്നുള്ളത് വേറെ ഉണ്ട്. അപ്പൊ അത് സ്ഥാനത്ത് കൽപ്പിച്ചാലും ബഹുവേരാണെങ്കിൽ അതിന്റെ ബഹുവേര ബിംബത്തെ മധ്യപദത്തിലാണ് സങ്കല്പിക്കുക. അപ്പോൾ അത് വലിയ ക്ഷേത്രങ്ങളാണെങ്കിലാണ് ഈ ഒരു ബഹുവേര ബിംബവും അർച്ചന ബിംബവും പ്രത്യേകം ഉണ്ടാവുക. അങ്ങനെ വലിയ ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ അർച്ചന ബിംബത്തിനെ യഥാസ്ഥാനത്ത് ബ്രഹ്മസ്ഥാനത്ത് ബ്രഹ്മപദത്തില് സങ്കല്പിക്കുകയും അവിടെ ബഹുവേര ബിംബങ്ങൾ പ്രത്യേകം ഉണ്ടെങ്കിൽ അത് ദേവപദത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മപദത്തിന്റെ പുറകിലുള്ള ദേവപദത്തിന്റെ മധ്യഭാഗത്തായിട്ട് സങ്കല്പിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി മാത്രമല്ല, അത് നിൽക്കുകയാണെങ്കിലാണ് ദേവപദത്തിന്റെ മധ്യത്തില് നിൽക്കുന്ന ബിംബമാണെങ്കിൽ. എന്നാൽ ചില സമയങ്ങളിൽ ബിംബം ഇരിക്കുന്ന സങ്കല്പത്തിലുള്ള ദേവത, ഇപ്പോ നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കിടക്കുന്ന ബിംബമാണ്. എന്നാൽ തോന്നുന്നു കൊച്ചിയിലുള്ള ക്ഷേത്രമുണ്ട്, അവിടെ ദേവൻ ഇരിക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇരിക്കുന്ന സങ്കല്പത്തിലുള്ള ബിംബമാണെങ്കിൽ അത് അല്പം മാനുഷപദത്തില് സ്പർശിക്കുന്ന പോലെ ദേവപദത്തിന്റെ അവസാന പാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പൊതുവെ ചെയ്യുക. അപ്പൊ ദേവപദത്തിന്റെ അന്ത്യത്തിലേക്ക് മാനുഷപദത്തിലേക്ക് അല്പം കയറി നിൽക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠിക്കാറുള്ളത്. ഇനി മാനുഷപദത്തിൽ സ്പർശിക്കുന്ന ഒന്ന് അല്പം കയറി നിൽക്കുന്ന പോലെയാണ് കൊടുക്കാറുള്ളത്. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് കിടക്കുന്ന പോലെയുള്ള എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള പദങ്ങളില് അവിടെ ദേവപദത്തിന്റെയും മാനുഷപദത്തിന്റെയും മധ്യത്തിലായിട്ടാണ് സങ്കല്പം. മദ്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ പദങ്ങളുടെ മധ്യത്തിനെ പ്രതിഷ്ഠാ മധ്യമായിട്ട് ബിംബമധ്യമായിട്ട് കണ്ടിട്ട് അവിടെയാണ് പ്രതിഷ്ഠിക്കാറ്. അപ്പൊ ഇത് ബഹുവേര ബിംബങ്ങളും അർച്ചനാ ബിംബങ്ങളും പ്രത്യേകം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. അതല്ലാത്ത സമയത്തെങ്കില് നമുക്ക് അർച്ചനാ ബിംബങ്ങൾക്ക് പുറകിലുള്ള ബഹുവേര ബിംബങ്ങളെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഈ സ്ഥാനങ്ങളിൽ, അതായത് ദേവപദത്തിന്റെ അന്ത്യഭാഗത്തോ ദേവപദത്തിന്റെയും മാനുഷപദത്തിന്റെയും മധ്യത്തിലായിട്ടോ ഇങ്ങനെ 3 വിഭാഗത്തില് നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത് എന്നുള്ള സങ്കല്പത്തില് സങ്കല്പിക്കാവുന്നതാണ്. ഇനി മറ്റൊരു നിയമം സ്പെഷ്യലായിട്ട് പറയുന്നത് സുബ്രഹ്മണ്യന്റെ കാര്യത്തിലാണ്. സുബ്രഹ്മണ്യനാണെങ്കിൽ അല്പം വ്യത്യാസമുണ്ട്. സുബ്രഹ്മണ്യനാണെങ്കിൽ പ്രത്യേകം പറയുന്നത് ബഹുവേര ബിംബമാണ് പ്രതിഷ്ഠിക്കുന്നെങ്കിൽ ബ്രഹ്മപദത്തിന്റെ 16 ദേവന്റെ മുൻപോട്ട് ഇടത്തോട്ടും നീക്കിയിട്ടാണ് അർച്ചനാ ബിംബത്തിനെ പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ആ നിയമമല്ല, മറിച്ച് അല്പം അർച്ചനാ ബിംബത്തിനെ ബ്രഹ്മപദത്തിൽ നിന്ന് ദേവന്റെ മുന്നോട്ട് നീക്കുകയും അതിന്റെ മാനുഷപദത്തിന്റെ 16 അംശം പിന്നോക്ക് നീക്കിയിട്ട് ബഹുവേര ബിംബം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. സുബ്രഹ്മണ്യന് മാത്രമാണ് അർച്ചനാ ബിംബം അല്പം മുന്നിലോട്ട് കയറി നിൽക്കും, ബഹുവേര ബിംബം സ്വല്പം മീൻസ് കുറച്ചും കൂടി ബാക്കിലേക്ക് പുറകിലോട്ട് കയറി നിൽക്കും എന്ന രീതിയിലാണ് സുബ്രഹ്മണ്യന്റെ സ്ഥാനം കൽപ്പിക്കാറുള്ളത്. ഇത് ഒരു പൊതു നിയമമാണെങ്കിലും ചിലയിടങ്ങളില് ചെറിയ ക്ഷേത്രങ്ങളാണെങ്കിൽ ബ്രാഹ്മപദത്തിനെ മാർക്ക് ചെയ്തിട്ട് അവിടെ പൃഷ്ഠഗമനവും പാർശ്വഗമനവും മാത്രം കൊടുത്തും ചില തന്ത്രിമാര് പ്രതിഷ്ഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. പാർശ്വപൃഷ്ഠഗമനം മാത്രം നൽകിയ മതി എന്നുള്ള ചില ഉപദേശങ്ങള് തന്ത്രിമാര് പ്രാചീന കാലം മുതൽ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ചെയ്യുന്ന ഏതെങ്കിലും വിധി ചിലപ്പോൾ മറ്റു ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവാം. പൊതുവെയുള്ള ഒരു രീതി ഇതാണ്, നമ്മൾ ഉപദേശിക്കുന്ന രീതി ഇതാണ്. അതല്ലെങ്കിൽ തന്ത്രിമാര് സ്വയം
പ്രതിഷ്ഠാ സമയത്ത് അവരാണ് ഇതിന്റെ പ്രതിഷ്ഠാ സമയത്ത് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താലും ചിലയിടങ്ങളിൽ അവർ ഇത് ഈ ഒരു പാർശ്വപുഷ്ഠകവനം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പ്രതിഷ്ഠിക്കാറ് കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പം ഉള്ളത്. ഇതിന്റെ കൂടുതൽ നിയമങ്ങളെല്ലാം തന്ത്ര ഗ്രന്ഥങ്ങളിലാണ് കൂടുതലുള്ളത്. അപ്രകാരം തന്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് നോക്കിയിട്ടും ഈ വിധികൾ ഓരോ ദേവനനുസരിച്ചുകൊണ്ടുള്ള പ്രത്യേകം വിധികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് പൊതുവെ ഉള്ള ഒരു സ്ഥാനം എന്നുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ബ്രാഹ്മഭാവത്തിനെ മാർക്ക് ചെയ്യുക. അതിനെ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഏത് പോയിന്റിലാണ് വരുന്നത് എന്നുള്ളത് ആദ്യമേ സങ്കല്പിച്ചിട്ട് പുറത്തേക്ക് പ്ലഗിങ് ചെയ്തിട്ട് പ്രതിഷ്ഠാ സമയത്ത് നപുംസകശില വരുന്നതിന്റെ മുകളിലായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കും. അപ്പോൾ പൊതുവെ മധ്യത്തിലാണ് വരുന്നതെങ്കിൽ പോലും അല്പം പുറകിലോട്ട് നീങ്ങിയാണ് എല്ലാ ബിംബങ്ങളും പ്രതിഷ്ഠിക്കുന്നത്. അയ്യപ്പനും ഗണപതി ആണെങ്കിൽ മാത്രം ഏറ്റവും പുറകിലോട്ട് ബ്രാഹ്മവാദത്തിൽ നിന്നും പിന്നോട്ട് ഇറങ്ങിയിട്ട് പ്രതിഷ്ഠിക്കും. ഇതാണ് പൊതു നിയമം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ തീരുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ഇനിയും കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. താല്പര്യമുള്ളവരുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും പഠിച്ചു എന്ന് തോന്നുന്ന പക്ഷത്തിൽ നമുക്ക് ഇതിന്റെ അടുത്തൊരു ക്ലാസ് വേണമെങ്കിൽ ആരംഭിക്കാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ ഭാവിയിലെ ഇപ്പൊ ആദ്യമായിട്ടുള്ള ഒരു ഉദ്യമമാണ്. ഒരു ക്ഷേത്രവാസ്തു ഇത്തരത്തില് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു വലിയൊരു ആവശ്യത്തിന്റെ ബലത്തിലാണ് ഇത് പുറപ്പെട്ടത്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നത്. എന്തായാലും അത് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഭാവിയിലും ഇതൊരു പഠനത്തിന് ഉപകാരമാകുന്ന രീതിയിൽ എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനും ചിത്രങ്ങളോട് കൂടിയിട്ട് അതിനെ മനസ്സിലാക്കാനും സഹായിക്കുന്ന രീതിയിൽ ഞാൻ ഒരു നോട്ട് തയ്യാറാക്കിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുത്തപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രസിദ്ധീകരിക്കാമെന്ന് അറിയിച്ചു. അതിന്റെ പേരിലാണ് മറ്റാർക്കും കൊടുക്കാതെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഏറ്റവും നല്ലൊരു പ്രസിദ്ധീകരണത്തിന് തന്നെ പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ നമ്മൾ അതിനു വേണ്ടി കൊടുത്തത്. അപ്പൊ ഉടനെ തന്നെ അത് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ക്ലാസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ആ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. എങ്കിലും അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാനും കണക്കാക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പല സമയങ്ങളിലായിട്ട് പല വിഷയങ്ങൾ സംശയം ചോദിക്കുന്ന പക്ഷത്തെങ്കിൽ അതിൽ കൂടുതൽ വിഷയങ്ങൾ അതിൽ ആഡ് ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ മുൻപ് ഓൾറെഡി ഒരു ക്ലാസ് ഓഫ്ലൈനിൽ എടുത്ത ഒരു കോഴ്സ് ആണെങ്കിൽ കൂടി ചില സംശയങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അതും കൂടി ആ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ചേർത്ത് അതിനെ ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടും പൊതുവെ ഇപ്പോൾ ഉണ്ടായിരുന്ന നോട്ട് അല്പം കൂടി കൂടുതൽ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരു 10-30ഓളം പേജ് ഈ നിങ്ങളുടെ ക്ലാസ്സിന് കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒരു ജിജ്ഞാസും കൂടി അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദി. ക്ഷേത്ര വാസ്തു അല്ലെങ്കിൽ വാസ്തു വിഷയകമായിട്ട് സംസ്കൃത സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാദമികമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഈ വാസ്തു സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എപ്പോഴും എന്നെ ബന്ധപ്പെടാം. എൻ്റെ ഫോൺ നമ്പറിൽ ഞാൻ മിക്കവാറും വാട്സാപ്പിലായാലും കോളിലായാലും ഞാൻ അവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എന്തായാലും ഇനി എല്ലാവരെയും ഒന്ന് നേരിട്ട് പരിചയപ്പെടുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ക്ലാസ്സിന് ഒരു ടോക്കിന് വേണ്ടി ചെന്നപ്പോഴാണ് 1-2 പേര് എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നിങ്ങളെ എനിക്ക് ഈ ഫോട്ടോയിൽ കാണുന്നവരെ മാത്രമേ പരിചയമുള്ളൂ. അല്ലാതെ എല്ലാവരും ഒന്ന് ഒരു തവണ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനും കൂടി സമയം നമുക്ക് ചെലവഴിക്കാം. അപ്പോൾ സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. അതല്ലെങ്കിലും എല്ലാവരും ഒന്ന് സ്വയം പരിചയപ്പെടുത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ കാര്യങ്ങൾ സാറ് ഉടനെ തന്നെ ഗ്രൂപ്പിലിടും. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതിൽ ഓരോ ദേവൻ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ മുതൽ അതുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ
സാർ നമസ്കാരം. ലാൽ പറയണം. എന്റെ പേര് ലാൽ. ഞാനിവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നു. ആലപ്പുഴയാണ് സ്വദേശം. കേശവദാസ് സാറിന്റെ വാസ്തു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല, അമ്പലത്തിലായതുകൊണ്ട്. ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് അന്വേഷിക്കുവാണെങ്കിൽ ദൈവം ഇതൊന്ന് പഠിക്കാൻ വേണ്ടി, ക്ഷേത്രവാസ്തു പഠിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടത്. ഇപ്പൊ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം ഒരു വിധം നല്ലപോലെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. വളരെ സന്തോഷം. എവിടെയാ വർക്ക് ചെയ്യുന്നത്? കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഏത് ക്ഷേത്രത്തിലാണോ? ചിറ്റൂർക്കാവും, പാലക്കാടാണ്. പാലക്കാട് ചിറ്റൂർക്കാവ്. സാറിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സന്തോഷം. എന്റെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. എന്റെ സ്വന്തം സ്ഥലം ഗുരുവായൂരാണ് സ്വദേശം. ഗുരുവായൂരം അല്ലേ? അച്ഛന്റെ എല്ലാം വീട് ഒറ്റപ്പാലത്താണ്. ഗുരുവായൂരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് 2 പേര് അവിടെ കോയ്മയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓ ശരി ശരി. ശരി, ഓക്കെ. അടുത്ത. ഓക്കെ, താങ്ക് യു സർ. നമസ്കാരം. ആലപ്പുഴയാണ് സർ. ആലപ്പുഴയാണ്. ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ കഴിഞ്ഞിട്ടുണ്ട് സർ. ടൗണിൽ തന്നെ. ശരി. അന്ന് പറഞ്ഞില്ലായിരുന്നു സർ, കൈതത്തില് ക്ഷേത്രം വരച്ചു കൊടുക്കുന്നു പറഞ്ഞില്ലായിരുന്നു. അവിടുന്ന് ഒരു കിലോമീറ്റർ തെക്കോട്ട് വരുമ്പോ 1.5 കിലോമീറ്റർ തെക്കോട്ടാണ്. ഞാൻ അതിനുശേഷം ഒരു സ്ഥലത്ത് വന്നിരുന്നു. ഇപ്പൊ ഒരു കാവിന്റെ ആവശ്യത്തിന് അതിന് ഒരു തവണ വന്നു. പിന്നെ അതിന്റെ എന്തോ സാമ്പത്തിക ആയതിനു ശേഷം ഇനി പണി തുടങ്ങാം എന്ന് പറഞ്ഞു. അതുവരെ വിളിച്ചില്ല. അവരെ പിരിവൊക്കെ നടക്കുന്നത് പോലെ തോന്നുന്നു. പുറക്കാട് സർപ്പക്കാവാണ്. പുറക്കാട് ഒരു വലിയ മണ്ണാർശാല ഒരു വലിയൊരു സങ്കേതമാണ്. അങ്ങനെ ഒരു 12ഓളം പ്രതിഷ്ഠയൊക്കെ ഉള്ള ഒരു വലിയ സങ്കേതമാണ്. മണ്ണാർശാലയെ പോലെ ഒരു സങ്കേതമാണ്. ശരി. ഞാൻ അസ്ട്രോളജറാണ് സാർ. രവീന്ദ്രവർമ്മ സാറിന്റെ കീഴിലാണ് പഠിച്ചത്. പിന്നെ ആര്യങ്കാവ് കലാധര സാറിന്റെ ദേവപ്രശ്നം പഠിച്ചതുമാണ്. പിന്നെ 2002 വാസ്തു പഠിച്ചിട്ടുണ്ടോ? വാസ്തു പഠിച്ചിട്ടുണ്ട് സാർ. രവീന്ദ്രവർമ്മ സാറിന്റെയും വാസുദേവ ശർമ്മ സാറിന്റെയും ക്ഷേത്രങ്ങളെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. കാനിപ്പൂര് അദ്ദേഹത്തിന് ക്ലാസ്, ഒരു ക്യാമ്പ് ക്ലാസ് 2002 ആലപ്പുഴയിൽ വെച്ച് ഒരു 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഫുൾ ക്യാമ്പ് ക്ലാസ് ആയിരുന്നു. അറ്റൻഡ് ചെയ്തായിരുന്നു. ക്ഷേത്രത്തിന്റെ പ്ലാനൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ പഠിച്ചതിലൊക്കെ ഒരുപാട് വ്യത്യാസം. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോയി കുറെ വിഷയങ്ങൾ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കുറെ പാടുപെട്ടിട്ടാണ് ഇത്രയും എത്തിയത്. പൊതുവെ ചില കാര്യങ്ങൾ പറയില്ല. അതാണ് അത് പറയാത്ത ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് അലഞ്ഞാണ്. പക്ഷെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ കുറെ കൂടെ ലഘുവായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ഷേത്രത്തിന്റെ പ്ലാൻ ഞാൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. സാറിന് ഇത് കണ്ടിപ്പോ കുറെ കൂടെ നമുക്ക് പഠിക്കാനും കൂടുതൽ പറ്റും. ഞാൻ സാറിന് വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കുറെ ഇനി വിഷയം പഠിക്കാനുണ്ട്. സാറിന് അടുത്ത ക്ലാസ് ഉണ്ടാവണമെന്നാണ്. 20 വർഷമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് സാറിന്. 20 years ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നു. അപ്പം ദേവപ്രശ്നം ഞാൻ 20 വർഷം ആയില്ല. ഞാനിപ്പോ ഇനി വരുന്ന 2007-8 സ്റ്റാർട്ട് ചെയ്തത്. 2008 ചിങ്ങമാസത്തിലാണ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഗുരുവിന്റെ കൂടെ ആയിരുന്നു. 2008 സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 18 വർഷം ആയുള്ളൂ. അത് നിങ്ങളെക്കാൾ ജൂനിയറാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സാർ. ഇപ്പൊ നമ്മൾ ദേവപ്രശ്നമാണ് കൂടുതൽ. അപ്പൊ അന്നേരം ക്ഷേത്രത്തിന്റെ ഈ ബിൽഡിങ്ങിന്റെ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ബിൽഡിങ്ങിനെയാണ്, വാസ്തു ബിൽഡിങ്ങിന്റെ. ക്ഷേത്രത്തിന്റെ കുറച്ച് ചെയ്തിട്ടുണ്ട്, ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തില് ഞാനാണ് സ്ഥപതി. കണിച്ചുകുളങ്ങരയിൽ ഇപ്പൊ നമ്മളൊരു മുന്നിലൊരു നടപ്പന്തൽ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണിച്ചുകുളങ്ങരയിലെ എല്ലാ നിർമ്മിതികളും ഞാൻ ചുറ്റമ്പലം ഒഴിച്ച് കണിച്ചുകുളങ്ങരയിലെ ഒരു ശിവക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, മീൻസ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പിന്നെ ഇപ്പോൾ നടപ്പന്തല്, മുറ്റത്തുള്ള പള്ളി സ്രാങ്ക്, ഇടപ്പള്ളി, അങ്ങനെയുള്ള
ചുറ്റമ്പലത്തിന് വിട്ട് ബാക്കി എല്ലാ നിർമ്മാണവും ബാക്കിയെല്ലാം ഞാനാണ്. പുതിയ ധ്വജസ്തംഭം വൃക്ഷത്തിലേക്ക് മാറ്റിയപ്പോഴും ഞാനാ ചെയ്തത്. തേക്കിൻ തടിയിലേക്ക് ആദ്യം ഉണ്ടായിരുന്നു കോൺക്രീറ്റിന്റെ ആയിരുന്നു. അപ്പൊ മുതലാളി പിന്നെ കോൺക്രീറ്റ് മാറ്റി തേക്കിലേക്ക് മാറ്റിയപ്പോ ഞാനാണ് സ്ഥപതിയായിട്ട് വന്നത്. പിന്നെ അതിന് ശേഷമുള്ള 12 വർഷമായിട്ട് ഞാനാണ് സ്ഥപതി. ഇപ്പൊ സന്തോഷം. സാറിന്റെ ക്ലാസ് തുടർച്ചയായിട്ടുണ്ടാവും. കാര്യം കുറെ വിഷയങ്ങൾ പഠിക്കാൻ നോക്കട്ടെ. നിങ്ങള് ഇൻട്രസ്റ്റിൽ എത്ര പേരുണ്ട് നോക്കാം. താങ്ക് യു സർ. സർ നമസ്കാരം. നമസ്കാരം സർ, ഞാൻ ധനേഷ് കുമാർ, കണ്ണൂരിൽ നിന്നാണ്. തളിപ്പറമ്പ് തൃച്ചംബരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്ലാസ് എല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതില് ഒരു ക്ലാസ് എനിക്ക് എന്തായാലും മിസ്സായിരുന്നു ആദ്യത്തെ ഇടയിലുള്ളത്. പിന്നെ ബാക്കി എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ് ഒന്നും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ ആർക്കിടെക്ട് ബേസിക്കലി കണ്ണൂരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആർക്കിടെക്റ്റായിട്ട് ഫേം, എന്റെ സ്വന്തം ഫേം നടത്തുന്നുണ്ട്. കണ്ണൂര് തന്നെയാണോ? കണ്ണൂര് കാൾടെക്സ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിന്റെ മെയിൻ ഹബ്ബ് ഒരു ഹൃദയഭാഗത്തുണ്ട്. അവിടെ കണ്ണൂർ കാൾടെക്സ് എന്ന് പറയുന്ന തളാപ്പൊക്കെ വീട് ചെയ്തിട്ടുണ്ട്. തളാപ്പിലെല്ലാം വീട് ചെയ്തിട്ടുണ്ട്. ആണോ? ഓതിയോ? അറിയില്ലായിരുന്നു. തളാപ്പ് അമ്പലം സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ അടുത്ത് ഉണ്ടല്ലോ അല്ലെ? ഞാൻ അവിടെ അടുത്ത് തന്നെയാ. തളാപ്പ് 1 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു വർക്ക് നടക്കുന്നു, വടകര ഒരു വർക്ക് നടക്കുന്നുണ്ട്. ലോകനാർക്കാവിന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു സ്ഥലം. ആണല്ലേ? ഓഹോ. ഞാൻ വടകരയൊക്കെ എന്റെ സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വടകരയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്. സാറ് ഇനി എപ്പോഴാണ് വടകര വരുന്നതെന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമായിരുന്നു. വിളിക്കാൻ നേരിട്ട് എന്തായാലും കാണണം സാർ. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അവസരം തരണം. എല്ലാവർക്കും കൂടി പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ക്ലാസ്സസ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സസ് ആണ്. പിന്നെ അത് പഠനമൊന്നും നടന്നില്ല, എന്നാൽ പോലും ക്ലാസ്സിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുന്ന പോലെ. എന്തായാലും അത് ഒന്ന് വിശദമായിട്ട് പഠിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. എന്താ എപ്പോഴായാലും പിന്നീട് വായിച്ചു നോക്കിയിട്ട് വായിക്കുമ്പോ വീണ്ടും സംശയം വരും. സംശയം വരുമ്പോ ചോദിക്കുക. അങ്ങനെ മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ. സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ഉണ്ടായാലാണ് അതിനൊരു ലക്ഷണമായിട്ട് കണക്കാക്കേണ്ടത്. തീർച്ചയായിട്ടും അത് സംശയം വേണമല്ലോ സാർ. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അവസരം ദൈവം അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതാണ്. അത് യാദൃശ്യമായിട്ട് കിട്ടി. നമുക്ക് ഇത്രയും ഈ ഒരു കോഴ്സിന്റെ ഭാഗമാക്കി പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ദൈവാധീനം കൊണ്ട് കിട്ടിയതാണെന്ന് മനസ്സിലാക്കാം. പിന്നെ കണ്ണൂരില് ഞാൻ ഒരു ചെറിയ ഇതുപോലെ നേരത്തെ സാറ് രമേശ് സാറ് പറഞ്ഞ പോലെ ഞാൻ ഒരു ചെറിയ ജ്യോതിശാലയത്തിന്റെ ഒരു ഇതും കൂടി നടക്കുന്നുണ്ട് അവിടെ. നമ്മുടെ ഒരു ത്രൈലോക്യ എന്ന് പറഞ്ഞൊരു ജ്യോതിശാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അതില് ചെറിയ ഭാഗമാണ്. അവിടെ ജ്യോതിഷ പഠന കേന്ദ്രം കൂടിയാണ്. നമ്മള് 4 പേരുണ്ട്. അപ്പൊ അതില് ഞാനും ഒരു ചെറിയൊരു ഭാഗമായിട്ടുണ്ട്. പിന്നെ ജ്യോതിഷ കൂടാണ്ട് ഈ വാസ്തുവിനെ വളരെ കൂടുതൽ താല്പര്യത്തോടുകൂടി തന്നെയാണ് നമ്മളെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴും പിന്നെ കംപ്ലീറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെസിഡൻഷ്യലും കമേഴ്ഷ്യൽ ആയാലും. കണ്ണൂരുള്ള സമയത്ത് കണ്ണൂരാകുമ്പോ കുറച്ചുകൂടി ചില അളവുകളിൽ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരും. ചില സ്ഥപതികൾ അവിടെ വിരൽ കണക്കിലൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാനിപ്പോ കക്കട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പൊ ഒരു പുതിയൊരു ഇത് ചെയ്തിരുന്നു. അപ്പൊ അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു സമ്പ്രദായം യവസമ്പ്രദായം മീൻസ് വിരലിന്റെ കണക്കായിരുന്നു. പിന്നെ വിരൽ കണക്കിലേക്ക് എല്ലാം മാറ്റി. അത് കക്കട്ടിൽ എന്ന് പറഞ്ഞാൽ വടകരല്ലേ സാർ? വടകര നമ്മള് പോകുന്ന നമ്മുടെ വടകരയിൽ നിന്നും പോവാം, കോഴിക്കോട് നിന്നും പോവാം. കോഴിക്കോട് നിന്നാണ് പോകുന്നത്. ഈ പേരാമ്പ്ര ആ ലൊക്കേഷൻ റോഡ് വഴി വരുമ്പോ ഉള്ളേരി വഴിയാണ് അന്ന്. ഉള്ളേരി വഴി. അതെ. ട്രെയിനിലൊക്കെ അതെ. നെക്സ്റ്റ് ടൈം സാർ വരുമ്പോൾ എന്തായാലും ഇൻഫോം ചെയ്ത് കഴിഞ്ഞാല് മീറ്റ് ചെയ്യാം. ഞാനും വന്ന് കാണാൻ സാറിന്റെ പ്രൊജക്ട് കാണാലോ. എന്തായാലും നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ഒരു സ്പെഷ്യലാണ്. ഒരു ഏക്കർ സ്ഥലത്ത് ഒരു കേരളത്തിൽ അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ചാത്തന്മാർ കരുനീലി അമ്മയ്ക്ക് മലവാഴി തമ്പുരാട്ടിക്കുള്ള ഒരു ക്ഷേത്രം അത് ചെറുപ്പത്തിൽ വരുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള ചെയ്യുന്നതാണ്. സാർ അത് എപ്പോഴാണ് തുടങ്ങുന്നത്? അതിന്റെ ഇപ്പൊ അടുത്ത് തന്നെ തുടങ്ങും. ഇപ്പൊ ദേവപ്രശ്നം കഴിഞ്ഞ ദിവസം 13-ാം തീയതി ദേവപ്രശ്നം കഴിഞ്ഞായിരുന്നു. ഉടൻ തന്നെ പണി തുടങ്ങുന്ന സമയത്ത് സാർ അതൊന്ന് ഗ്രൂപ്പിൽ അങ്ങനെ ഇൻഫർമേഷൻ
ഏതെങ്കിലും ക്ഷേത്രങ്ങൾ വർക്ക് തുടങ്ങുമ്പോ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിലിടാം, പരിസരത്തുള്ളവർക്ക് വന്ന് കാണുകയും ചെയ്യാം. തീർച്ചയായിട്ടും സാർ, അതൊരു അവസരമായിരിക്കും, നമുക്കൊരു ചാൻസ് ആയിരിക്കുമല്ലോ. അതെ അതെ. ഇപ്പോ ഇനി ഈ മാസത്തില് ഒരു പണി തുടങ്ങുന്നുണ്ട്. അത് കുന്നത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടൂര് കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂര് എന്നൊക്കെ പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഈ ശാസ്താംകോട്ട റോഡിലാണ്. അവിടെ ഒരു വർക്ക് തുടങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ 1-2 ശിഷ്യന്മാരെയാണ് എത്തിയിട്ടുള്ളത്. നന്നായി. അത് ഏത് ക്ഷേത്രമാണ് സാർ? എന്തിന്റെ ഏതാ ദേവത ഏതാ? മഹാദേവ ക്ഷേത്രമാണ്. മഹാദേവ ക്ഷേത്രം. സാർ അതൊക്കെ ഒന്ന് ഇൻഫോർമേഷൻ കിട്ടിയാൽ നമ്മൾ പറ്റുന്ന സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നോക്കാം. അത് 2 നിലയുള്ള ക്ഷേത്രമാണ്. അകത്ത് ചതുരത്തിലുള്ള ഗർഭഗൃഹവും പുറത്ത് വട്ടത്തിലുള്ള ശ്രീകോവിലായിട്ട് ചെയ്യുന്ന ക്ഷേത്രം. ഇപ്പോ കല്ലിടലാണ് അടുത്ത ആഴ്ചയില്. അടുത്ത ആഴ്ചയിൽ ഒരു ദിവസമാണ് കല്ലിടൽ. എനിക്ക് ചില ക്ഷേത്ര പ്രൊജക്ടുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ധൈര്യപൂർവ്വം ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം സാർ ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമുണ്ട്. ഇപ്പോഴും എന്തായാലും ആ പ്രൊജക്ടിനെ സാറുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു തരത്തില് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ എന്തായാലും സാറിനെ നേരിൽ വന്ന് മീറ്റ് ചെയ്യും. പിന്നെ സാറ് എന്തായാലും ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ പുതിയ പ്രൊജക്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ നമുക്ക് പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും വളരെ ഉപകാരപ്രദമായിരുന്നു സാറിന്റെ ക്ലാസ്. ഇപ്പോഴും നമ്മൾക്ക് ഇനിയും മതിയായിട്ടില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. അടുത്തൊരു സാറിന്റെ ടോപ്പിക് വല്ലതും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. നമുക്ക് അവസരത്തിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കാനുള്ളത് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയാൽ നല്ലതായിരിക്കും. അറിയുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ച് ഈസി ആയിരിക്കും. ചിലപ്പോ മുമ്പ് പഠിക്കാത്തവർക്കാണെങ്കിൽ ഞാൻ ഒരുപാട് വിഷയം, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഒരുപാട് വിഷയം സാറ് എടുത്ത പോലെ ഉണ്ട്, അതുകൊണ്ട് ഒരു ഭയങ്കര ബൾക്കായി പോയി എന്നുള്ളൊരു വിഷയമുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ അത്യാവശ്യം ഈ കാര്യങ്ങള് അറിയുന്ന കുറച്ച് ബേസ് അറിയാം. മറ്റേ ക്ഷേത്രവാസ്തുവിന്റെ അത്ര അധികം അറിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം അറിയാം. എന്നാലും റെസിഡൻഷ്യൽ നമ്മുടെ ഗൃഹവാസ്തു നമ്മൾ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കാര്യങ്ങള് മനസ്സിലാക്കാൻ സന്തോഷം സാർ. താങ്ക് യു. അടുത്ത ആരാ? നമസ്കാരം. നമസ്കാരം. ശങ്കർ പറയണം. എന്റെ പേര് രാജേഷ് നമ്പൂതിരി എന്നാണ്. ഞാന് ശങ്കരൻ എന്നുള്ള പേരിലും അറിയപ്പെടും. ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഇവിടെ തൃശ്ശൂരാണ് ശരിക്കും സ്ഥലം, പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് കരിക്കകം ക്ഷേത്രത്തിലായിരുന്നു 5 കൊല്ലമായിട്ട്. അവിടെ പോറ്റിയാണ്. ഇപ്പോ 1 കൊല്ലമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ കൂടാതെ അവിടെ നമ്മുടെ അജയ് സാറിന്റെ അവിടെ തന്നെയാണ് ജ്യോതിഷം പഠിക്കുന്നുണ്ട്, മറ്റ് അനുബന്ധ വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രവാസ്തുവിന്റെ ക്ലാസ് വളരെയധികം നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. നമ്മൾ അകത്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാനും കാണാനൊക്കെ സാധിക്കും. പക്ഷെ അത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഇങ്ങനത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പറ്റുള്ളൂ. അപ്പോ ഈ സാറിന്റെ ക്ലാസ് ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ കൂടി മുഴുവൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കറക്റ്റ് സമയത്ത് പറ്റിയില്ലെങ്കിലും പറ്റാവുന്ന അത്ര നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലേ കുറച്ചും കൂടി, ഇത് ശരിക്കും ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ട വിഷയങ്ങളാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ അത് നേരിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കുമായിരുന്നു. അത് അജയ് സാറിനോട് നമുക്ക് സംസാരിച്ച് നോക്കാം, അല്ലേ സാറേ? ചെയ്യാം. നമുക്ക് ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് നമുക്ക് 1-2 സെഷനുകളായിട്ട് ചെയ്യാം. അതായത് രാജേഷ് നല്ല പരിചയമുണ്ട്. രാജേഷ് ഇടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെ. ഞാൻ തൃശ്ശൂരാണെങ്കിലും ഇവിടെ തന്നെയാണ് കല്യാണം അയച്ചേക്കുന്നത്. ചിറയൻകീഴിൽ നിന്നാണ്, അതായത് ആറ്റിങ്ങലടുത്ത് ശാർക്കര ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്നാണ് കല്യാണം കഴിച്ചേക്കുന്നത്, വെളി അയച്ചേക്കുന്നത്. എനിക്ക് എന്താണ് അവിടെ പഴയന്നൂരല്ല, അവിടെ തൊട്ട് മുമ്പ് നമ്മുടെ ആറ്റൂരൊക്കെ എനിക്ക് ബന്ധുക്കളുണ്ട്. നമ്മുടെ ബന്ധുക്കളുണ്ട്. ആറ്റൂര് എന്റെ ചെറിയമ്മ താമസിക്കുന്നുണ്ട്, അവിടെ കാർത്തികേന ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ. പിന്നെ നമ്മള് ഭാഗത്തേക്ക് വരുന്നത് നമ്മുടെ ഐവർ മഠത്തിലേക്കാണ്. അവിടെ നമ്മുടെ കുറെ ബന്ധുക്കളുണ്ട്. അവിടെ നമ്മുടെ രമേശ് കോർപ്പത്ത് നമ്മുടെ വലിയ സുഹൃത്താണ്. സുഹൃത്താണ്. തിരുവല്ലാമല അമ്പലത്തിലെ മേശാന്തി എന്റെ റിലേറ്റീവ് ആണ്.
അത് ശരി. ആ ആ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ രമേശ് ചേട്ടനായിട്ട് കുറെ കാലത്ത് പരിചയമുണ്ട്. ആ ആ. മിക്കവാറും നമ്മുടെ എല്ലാ ബന്ധുക്കളും രമേശ് ചേട്ടന്റെ കൂടെ ഉള്ളത്. അതെ അല്ലേ. ഗുരുവായൂർ ഏത് ഭാഗത്താ സാർ താമസിക്കുന്നത്? എന്റെ അച്ഛനെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജോലി ചെയ്തിരുന്നത്. അപ്പോ ക്വാർട്ടേഴ്സിലായിരുന്നു. ഇപ്പോ നമ്മളൊരു 15 വർഷമായിട്ട് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ചൂണ്ടലാണ് എന്റെ ചെറിയ അച്ഛന്റെ അനിയത്തി താമസിക്കുന്നത്. ചൂണ്ടലാണ്, പഴുതാനാന്ന് പറയും. പഴുതാനല്ല, പുതുശ്ശേരി എന്ന് പറയും. പുതുശ്ശേരി. അറിയാം. പുതുശ്ശേരിയൊക്കെ എനിക്ക് ബന്ധുക്കളുണ്ട്. പഴുതാനൊക്കെ ഞാൻ അമ്പലത്തിൽ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. അവിടെ ദേവീക്ഷേത്രം, പറപ്പൂക്കാവ് എന്നൊക്കെ പറഞ്ഞിട്ടേ. പറപ്പൂക്കാവ് ദേവീക്ഷേത്രത്തിന്റെ പുറകില് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളെല്ലാം താമസിക്കും. അവിടെയൊക്കെ ഞാൻ ശാന്തി ചെയ്തിട്ടുണ്ട് പണ്ട്. ഓ അതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലങ്ങളാണ്. ശരി, അപ്പൊ കാണാം. തീർച്ചയായിട്ടും നമ്മളിവിടെ തന്നെയാണ്. ആറ്റുകാലും ഇതുപോലെ എന്റെ ഒരു ശിഷ്യനുണ്ട്. ആറ്റുകാലും ഇപ്പൊ ഞാൻ ഇന്നിപ്പോ പോയി വന്നേ ഉള്ളൂ. ആറ്റുകാലും ഇതുപോലെ നമ്മൾ ഈ വിഷയമായതുകൊണ്ട് കുറച്ച് പേരൊക്കെ ചേരുന്ന അവിടെ പരിചയമുള്ളവരുണ്ട്. അതെ. ശരി, അപ്പൊ കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. സാർ നമസ്കാരം. എന്റെ പേര് ഗോവിന്ദൻ നമ്പൂതിരി എന്നാണ്. ഓ, എന്റെ സ്ഥലം കൊട്ടാരക്കര ഓയൂരാണ്. ഓയൂര്. ഞാന് ക്ലാസ് ഒരുവിധപ്പെട്ട ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ സമയം കിട്ടാതെ വരുന്നുണ്ട്. ഞാൻ ഈ തന്ത്രം പൂജ കഴിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. ആറ്റിങ്ങൽ തന്ത്രവിദ്യായന്ത്രത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ 8 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അത്യാവശ്യം തന്ത്രിമാരോടൊക്കെ പൂജ കഴിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അത്യാവശ്യം നല്ല ക്ലാസ് ആണ്. ഇനിയായാലും തുടർന്ന് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നേരിട്ടൊന്ന് കണ്ട് ഒരു ക്ലാസ് കൂടെ വെച്ചാൽ വളരെ ഉപകാരം. ഓ ശരി, നോക്കാം. ഓയൂരെന്ന് പറയുമ്പോ ഈ MC റോഡിൽ നിന്ന് കൊല്ലം റോഡിലാണോ? MC റോഡ് എന്ന് പറഞ്ഞാൽ ആയൂരാണ്. അതിന്റെ ഉള്ളിലോട്ട് വരും, കൊട്ടിയത്തോട്ട് വരുന്ന ഭാഗത്താണ്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വിളങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു. വിളങ്കര ആ ഭാഗത്താണോ? എവിടെ? വിളങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ഒരു വിളങ്ങര. വിളങ്ങര. അതെ, കൊട്ടാരക്കര. അതെ. അല്ല, ആ റോഡല്ലേ? അതല്ലേ റോഡ്? അതെ. കൊട്ടാരക്കര ഓയൂർ റോഡ് അത്. ശരി. ആയിക്കോട്ടെ സാറേ, വളരെ ഉപകാരം. ശരി. ഹലോ, നമസ്കാരം സാർ. സതീഷ് എന്നാണ് പേര്. ഞാനിവിടെ തിരുവനന്തപുരത്താണ് സാറേ. തിരുവനന്തപുരം വെമ്പായമാണ് സ്ഥലം. സാറ് വെഞ്ഞാറമൂടിന് അടുത്ത്. സാറ് നേരത്തെ പറഞ്ഞ വെഞ്ഞാറമൂടിന് അടുത്താണ്. അതെ. ഞാന് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഗൃഹവാസ്തുവും നോക്കുന്നുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിയുണ്ട്. സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ കൂടെ ഇത് രണ്ടും കൂടെ കൺസൾട്ടിങ് ഉണ്ട്. അതെ. ഞാന് ജ്യോതിഷം പഠിച്ച TR നന്ദകുമാർ സാറിന്റെ നിന്നാണ്. കൊടുങ്ങല്ലൂർ. അല്ല, കൊടുങ്ങല്ലൂർക്ക്. അതെ, TR നന്ദകുമാർ സാറ്. നന്ദകുമാരൻ. അല്ലല്ല, IAS അല്ല. ഇത് നമ്മളെ തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ ആ ജോത്സ്യനായിരുന്നു പുള്ളി. അതെ. അവിടെയുണ്ട്. ഇപ്പൊ ശംഖുമുഖ ദേവിദാസൻ സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ജ്യോതിഷം. പിന്നെ വാസ്തു മനോജ് സാറിന്റെ ക്ലാസ്സാണ്. മനോജ് എസ് നായർ തിരുവല്ല സാറിന്റെ ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഗുരുകുലത്തിലുണ്ടായിരുന്ന മനോജ് സാർ. അതെ. ഇപ്പൊ ഇല്ല സാറ്. അങ്ങനെ അതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം അങ്ങനെ ജോലിയും രണ്ടുമായിട്ട് മുന്നോട്ട് പോകുന്നു. ശരി സാർ. ക്ലാസ്സുകൾ നല്ലതായിരുന്നു സാറേ. പിന്നെ എനിക്ക് 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ വീഡിയോ ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് സാർ ഇതുവരെ ഇട്ടില്ല. അപ്പൊ അതൊന്ന് കണ്ട് ബാക്കി എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് 2 ക്ലാസ് മിസ്സായി സാറിന്റെ. അപ്പൊ അത് ബുദ്ധിമുട്ടായി. അത് കിട്ടിയില്ല. ബാക്കി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ, കുഴപ്പമില്ല. ഇനി സാർ വെഞ്ഞാറോട്ട് വരുമ്പോ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് ഇടാം സാറിന്. ഞാനൊന്ന് വരാം, സാറിനെ നേരിട്ട് കാണാം. നെല്ലനാട് സാർ പറഞ്ഞ ഓർമ്മയുണ്ട്. അറിയാം, എനിക്ക് സ്ഥലം അറിയാന്നുള്ളതാ.
ആ ഇപ്പൊ ആ പിരപ്പങ്കോടുന്ന് വഴി തിരിച്ചു വിടുന്നത് ആ വഴിയിലൂടെയാണ്. അതെ 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 അതെ. അങ്ങനെ അതുകൊണ്ട് ആ വഴിയാണ് എളുപ്പം. അല്ലെങ്കിൽ ഓക്കെ. റോഡ് ബ്ലോക്കാണ്. ആ റോഡ് ബ്ലോക്കാണ് സാർ അവിടെ. ശരി സാർ, സന്തോഷം. ശരി സാർ, താങ്ക് യു. നമസ്കാരം സാർ, എൻ്റെ പേര് ശിവരാജനാണ്. ആ. ശിവരാജനാണ്. തിരുവനന്തപുരം കാട്ടാക്കടയാണ് വീട്. അപ്പൊ സാറിന്റെ ക്ലാസ് ഒക്കെ വളരെ കാട്ടാക്കട എവിടെയാണ്? കാട്ടാക്കട പ്ലാവൂർ മണ്ഡപത്തിങ്കട റൂട്ട്. ആ മണ്ഡപത്തിങ്കട. അവിടെ ഫേമസ് ആയിട്ട് നമ്മുടെ ഒരു വൈദ്യനുണ്ടല്ലോ. ഓ, പന്നിയോട് സുകുമാരൻ ആ വൈദ്യൻ. പന്നിയോട് വൈദ്യന്റെ മകൻ, മൂത്ത മകന്റെ വീട് ഞാനാ ചെയ്തത്. ശരി ശരി. നല്ല ബന്ധമുണ്ട് നമുക്ക് കുറെ വർഷങ്ങളായിട്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ KSEB റിട്ടയർഡ് ആയി. അത് കഴിഞ്ഞ് വാസ്തു ബിൽഡിംഗ് ഡിസൈനിങ് സെന്ററായിട്ട് പോകുന്നത്. കാണിപ്പയ്യൂർ തിരുമേനിയിലൊന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ വാസ്തുവിന്റെ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അല്ല, കുന്നംകുളത്ത്. കുന്നംകുളത്തിനടുത്താണ് എന്റെ വീട്. ചൂണ്ടൽ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ. തിരുമേനി 2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ നമുക്ക്. ശരി ശരി. നമസ്കാരം സർ. എന്റെ പേര് ജയ എന്നാണ്. അറിയാം, മെസ്സേജ് അറിയാം. ഇപ്പൊ ആദ്യത്തെ കാണുന്നത്. അതെ, ഞാൻ മ്യൂസിക് ടീച്ചറാണ്. സംഗീതമാണ് എന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം. പഠിച്ചത് തൃപ്പൂണിത്തുറ സംഗീത കോളേജിലാണ്. സാർ നേരത്തെ ഇരുന്ന ഒരു മൂർത്തി എന്ന് പറഞ്ഞില്ലേ, അത് പൂർണ്ണത്രേശ്വരന്റെ അമ്പലമാണ്. മഹാവിഷ്ണു ഇരുന്ന അതവിടെ. പിന്നെ ഈ വിഷയത്തിൽ സാറിന്റെ നല്ല ക്ലാസ്സുകളായിരുന്നു. എനിക്ക് അത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർന്നത്. പിന്നെ തുടർന്ന് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമാണ്. താമസിക്കുന്ന ജോലി മ്യൂസിക് സംഗീതം ടീച്ചറാണ്. സംഗീതം അതന്നെ. എവിടെയെങ്കിലാണോ അതോ ഫ്രീലാൻസ് ആയിട്ട് വീട്ടില് അങ്ങനെ ചെയ്യുന്ന? വീട്ടില് പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നേരത്തെ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു, ഇവിടെ തിരുവല്ല അമൃത വിദ്യാലയത്തില്. അപ്പൊ കുറെ ടഫായ തൊണ്ടയുടെ പ്രശ്നമൊക്കെ വന്നപ്പോ ഞാൻ നിർത്തിയതാണ്. ഒരു 5-6 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രൈവറ്റ് സ്കൂളുകളിൽ കുറച്ച് ചെയ്തു. ഇപ്പൊ സ്വന്തമായിട്ട് സ്കൂൾ നടത്താണ്. ഞാനൊരു 18 വർഷം മുമ്പ് ഞാൻ ഭവൻസിൽ ഉണ്ടായിരുന്നു. ഒരു 20 വർഷമായിട്ടുണ്ടാവും ഭവൻസിൽ. കൊച്ചി വന്നിട്ടുണ്ട്. കാക്കനാട് അടുത്തൊരു ഭവൻസ് ഉണ്ടല്ലോ. അവിടെ ഉണ്ട്. ഞാനിപ്പോ താമസിക്കുന്ന പത്തനംതിട്ട ജില്ല തിരുവല്ലയിലാണ്. പഠിച്ചതാണ് അവിടെ തൃപ്പൂണിത്തുറ സംഗീത കോളേജില്, RLV കോളേജില്. വീട് എവിടെയാണ്? പത്തനംതിട്ടയാണ്? അല്ല, എന്റെ സ്വന്തം വീട് തൃപ്പൂണിത്തുറയാണ്. കല്യാണം കഴിച്ചു വന്നാണ് പത്തനംതിട്ട തിരുവല്ലയില്. ഇപ്പൊ താമസിക്കുന്നത് പൂർണ്ണത്രേശ്വരന്റെ ഇവിടെ ശ്രീവല്ലഭ ക്ഷേത്ര സ്വാമിയുടെ ക്ഷേത്രത്തിന്റെ തൊട്ട് പുറകിലായിട്ട് അവിടാണ് താമസിക്കുന്നത്. തിരുവല്ല ക്ഷേത്രത്തിന്റെ അല്ലെ? അതെ അതെ. ഇവിടെ ഞാൻ വന്നിട്ട് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ തിരുവല്ല ക്ഷേത്രത്തിന്റെ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 8 വർഷം മുമ്പ്. ഞാൻ അവിടെ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. ശരി. എന്തായിരുന്നു സാർ അവിടുത്തെ വർക്ക്? തിരുവല്ല ക്ഷേത്രത്തിന്, വല്ലഭ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിലുള്ള ഈ ദിവ്യദേശങ്ങളിൽ പെട്ട ഒരു ക്ഷേത്രമാണ്. അതായത് ആൾവാർമാര് പെട്ട ക്ഷേത്രങ്ങളെയാണ് 108 ദിവ്യദേശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ 13 ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രമാണ് തിരുവല്ല ക്ഷേത്രം. അപ്പോ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയാണ് ദിവ്യസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പെട്ട ക്ഷേത്രമാണ്. അപ്പൊ സ്റ്റഡിയായിരുന്നു. ഒരു ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അന്ന്. എനിക്ക് തോന്നുന്നു മനോജ് സാറ് തിരുവല്ല ക്ഷേത്രത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലെ? ഉണ്ട്. പിന്നെ വേറൊരു ഉണ്ണികൃഷ്ണൻ സാറിന്റെ ബുക്കും ഉണ്ട്. അതിന് മുമ്പ് എഴുതിയതാ, വളരെ മുമ്പ്. ശരി ശരി. ഇപ്പൊ അടുത്ത് ഞാൻ ആ ഒരു തിരുവല്ല ക്ഷേത്രത്തിൽ വല്ലഭ ക്ഷേത്രം. എന്റെ അനിയൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവല്ലയെന്നാണ്. തിരുവല്ലയല്ല, തിരുവല്ലയെന്ന് അങ്ങോട്ട് പേര് മറന്നുപോയി. ശരി. തിരുവല്ലയിൽ നിന്ന് നമ്മള്
കുറച്ച് അങ്ങോട്ട് കിഴക്കോട്ട് പോകുന്ന ഭാഗത്താണ്. പേര് മറന്നു ആ. പറഞ്ഞ പ്രശ്നം. അതെ. നല്ല ക്ലാസ് ആയിരുന്നു സാർ, ഒരുപാട് പ്രയോജനം ചെയ്തു നന്നായിട്ട്. അപ്പൊ ഞാൻ ക്ഷേത്ര വിഷയങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഈ കോഴ്സിന് ചേർന്നത്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാൻ പറ്റി. കൂടുതൽ പഠിക്കണം എന്നാണ് ഇനി ആഗ്രഹം. ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ചേരാൻ താല്പര്യമാണ്. ശരി, ഓക്കെ, സന്തോഷം. ശരി. ഈ തിരുവല്ല ക്ഷേത്രത്തിനോടൊപ്പം തന്നെ ചെങ്ങന്നൂര് ക്ഷേത്രം മീൻസ് അവിടെ തന്നെ കുറെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ. അതെല്ലാം ഈ ദിവ്യ ദേശങ്ങളിൽ പെട്ട ക്ഷേത്രങ്ങളാണ്. പുലിയൂര്, തിരുവാറന്മുള, ഇതെല്ലാം ഈ ദിവ്യദേശങ്ങളിൽ പെട്ടതാണ്. ശരി, ശരി, പറയൂ. സാർ, എന്റെ പേര് വിജയൻ. ഞാൻ തൃശ്ശൂർ ഇളനാട്. ഇളനാട് എന്ന് പറഞ്ഞാൽ ചേലക്കര ഇളനാടാണോ? ചേലക്കര ഇളനാടാണ്. ഓ. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്, കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. വാസ്തുകൾ ചെയ്യുന്നുണ്ട്. ലാൽ സാറിന്റെ ജ്യോതിഷം ക്ലാസ് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഈ ക്ഷേത്രവാസ്തു കൂടി പഠിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷവും ആണ്. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പഠിക്കാൻ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. കുറച്ചും കൂടി ഓർമ്മ, എല്ലാ കാര്യങ്ങളും ഓർമ്മ നോട്ട്സ് സാറിന്റെ ക്ലാസ്സിൽ ഓർമ്മ ചെയ്യുമ്പോ അല്പം കൂടി ചിത്രം വേണ്ടിയിട്ട് ചിത്രങ്ങൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആർട്ടിസ്റ്റ് ചിത്രങ്ങൾ പുസ്തകമായിട്ട് എന്തായാലും ഇറക്കും. ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് വരുമ്പോ ഒന്നുകൂടി ഓർമ്മകളിൽ നിൽക്കാൻ നല്ല ഇതുണ്ടായിരുന്നു. ഇളനാട് ഞാൻ വീടിച്ചിട്ടുണ്ട്. അവിടെ ഇളനാട് ഒരു പ്രസിദ്ധനായിട്ടൊരു കവിയുണ്ട്, അനീഷ് ഇളനാട്, കേട്ടിട്ടുണ്ടോ? അനീഷ് ഇളനാട് അറിയാം. എന്റെ വീട്ടിൽ ചേർന്നാണ്. വൈലോപ്പള്ളി പുരസ്കാരമൊക്കെ ഞങ്ങള് ചേർന്ന അടുത്താണ്. 10 വർഷം മുമ്പ് വീട് വന്നിരുന്നോ? അതിന്റെ അടുത്തുള്ള ക്ഷേത്രം ഉണ്ട്, ശിവക്ഷേത്രം ഉണ്ട്. അതിലെ ഉപദേശ സമിതി സെക്രട്ടറിയും കൂടിയാണ് ഇപ്പൊ ഞാൻ. ആ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലൊക്കെ ഞാൻ തന്നെയാണ് പണിതത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രവാസ്തു പഠിക്കാനുള്ളത് അവസരം കിട്ടാൻ. പിന്നെ ഉണ്ട് സാറ് പട്ടിക്കാടിന് വരുന്നുണ്ട്, അവിടെ ഒരു വർക്കുണ്ട് പറഞ്ഞ അവിടെ നിന്ന് വരുന്നുണ്ടോ? പിന്നെ വേറൊരു സ്ഥലം ഉണ്ടല്ലോ, ചോദമണ എത്തുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രം, റോഡ്സ് നമ്മളിപ്പോ ബൈപ്പാസിൽ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. ചെമ്പുത്തറ. ചെമ്പുത്തറ. ഇന്നവിടെ ഇതാണ്. കൊടുങ്ങല്ലൂരമ്മ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ആ സൈഡിലൂടെ പോകുന്നതാണ്. അവിടെ വന്നിട്ടാണ് കാണാം. ശരി, ശരി, ഓക്കെ സാർ. നല്ല ക്ലാസ് ആയിരുന്നു. ബുക്ക് കിട്ടിയെന്ന് ഒന്നും കൂടി കൂടുതൽ ഓക്കെ സാർ. താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് വേണുഗോപാൽ. എന്റെ സ്വദേശം മാവേലിക്കരയാണ്. ആദ്യമായി സാറിനെ ഒരു ഗുരുവായി ഞങ്ങൾക്ക് തന്നതില് ജഗദീശനോട് നന്ദി പറയുകയാണ്. സന്തോഷം. ഭഗവാൻ ഇതൊക്കെ സംസ്ഥാന സർവീസിൽ ഞാൻ റിട്ടയർ ചെയ്തു. അപ്പം നേരത്തെ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പഠിച്ച ശേഷം ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ നമുക്ക് ഇതിനോടൊക്കെ എന്തോ ഒരു നിയോഗം പോലെ ഇതൊക്കെ മനസ്സിലാക്കണമെന്നൊരു മനസ്സിലൊരു ആഗ്രഹം അങ്ങനെ കടന്നുകൂടി. അങ്ങനെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രൊഫസറായിരുന്നു സാറേ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും കോട്ടയത്ത് ഒരു പാമ്പാടി എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തത്. മെക്കാനിക്കലാണ് എന്റെ CT ഏകദേശം 14 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ തൃശ്ശൂർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 6 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ആവുമല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ട്രാൻസ്ഫർ അടിക്കും. എന്റെ സ്വദേശം മാവേലിക്കരയാണ്. ഞാൻ റിട്ടയർമെന്റ് അവസാന കാലം ഞാൻ പാമ്പാടി എന്ന് പറഞ്ഞ കോട്ടയത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, RIT എന്ന് പറയും, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനോടൊക്കെ കുറച്ചുകൂടെ പ്രായസംഭവം അങ്ങനെയാണല്ലോ, ടീച്ചറിനോട് കൂടുതൽ അടുക്കാനൊക്കെ നമുക്കൊരു താല്പര്യമൊക്കെ തോന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലേക്കൊരു ജിജ്ഞാസ പോലെ വന്നത്. സാറ് വളരെ മനോഹരമായിട്ടായിരുന്നു സാറിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം
പറയുന്നതൊക്കെ വളരെ ക്ലാരിറ്റിയോടെയാണ് സാർ പ്രസന്റ് ചെയ്യുന്നത്. അതൊരു അധ്യാപകൻ ആയതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയായിരിക്കാം. ഒരു അധ്യാപകന് അത് പറഞ്ഞു തരുമ്പം ആദ്യം അദ്ദേഹം അത് മനസ്സിലാക്കണമല്ലോ, എന്നാലേ അത് ശരിയായ രീതിയിൽ വളരെ മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ സാറിന്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് സാറിന്റെ പ്രസന്റേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത ക്ലാസ്സുകളാണ് സാറിന്റെ. കാര്യം ഇത് ആരും അങ്ങനെ പറഞ്ഞു തരുന്നില്ല. ക്ഷേത്രവാസ്തു പലരുടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ പല കാര്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പ്രയാസം. കൂടെ നിന്ന് വർഷങ്ങളോളം നമുക്ക് സാറും അങ്ങനെയൊക്കെ ആയിരിക്കും പഠിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വർഷങ്ങളോളം പലരുടെയും ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് കണ്ടും കേട്ട് പറഞ്ഞാണല്ലോ ഇത് പഠിക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ സാർ മനസ്സിലാക്കിയത് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് പീരീഡിൽ ഇത്ര വ്യക്തതയോടെ പറഞ്ഞു എന്നുള്ള സാറിന്റെ ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു അപ്രോച്ചായിട്ടാണ് ഇരിക്കുന്നത്. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ക്ലാസ്സുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും വളരെയധികം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സാറിന്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പ്രായോഗികമായ ഒരു പരിചയക്കുറവ് എപ്പോഴും ഉണ്ടാവില്ല. തിയററ്റിക്കലി നമ്മളത് എത്ര മനസ്സിലാക്കിയാലും അത് ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. നമ്മള് ഞാൻ ആദ്യം ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചവർക്ക് പ്രാക്ടിക്കലായിട്ട് ചെല്ലുമ്പോൾ ഇതിലുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എന്റെ കാര്യത്തിലും ഞാൻ ആദ്യം പഠിച്ച് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് ഇതില് കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ബാക്കിൽ പോയിട്ടാണ് ഇപ്പൊ എനിക്ക് ഇത്രയും പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു ധാരണ കിട്ടിയത്. ക്ലാസ്സുകളിലും നമുക്കത് കിട്ടിയിട്ടുണ്ട്. ചില ടിപ്സ് ഒക്കെ സാറിന്റെ ടിപ്സ് ഉണ്ട് അതിനകത്ത്. നമ്മളത് വ്യക്തമായ അതിനെപ്പറ്റി നമ്മൾ തിങ്ക് ചെയ്യുവാണെങ്കിൽ സാർ ആ ടിപ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സ്വയം നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും അതൊരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീൽഡിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് എത്ര നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ പ്രാക്ടിക്കൽ വ്യൂ പോയിന്റ് അത് മാത്രമേ നമുക്കൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ തിയറിറ്റിക്കൽ സൈഡിൽ ഒരു സാധാരണ ഒരു ക്ഷേത്രവാസ്തു കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സാർ തന്നിട്ടുണ്ട്. അതിന് വളരെയധികം നന്ദി. ഇനിയും സാറിന്റെ ക്ലാസ്സുകൾ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാറിനെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. സാർ ഒരു സംശയം. സാർ ഇതിപ്പോ സാർ വാട്സപ്പില് ചാറ്റ് ഇട്ടുണ്ടായിരുന്നല്ലേ, ഇത് അംശത്തിന്റെ ഒക്കെ ഇരിക്കുന്നത് പദങ്ങളുടെ അതിലൊരു നമ്പറില് അത് ഞാൻ എ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഞാൻ വരച്ചിട്ട് അപ്പൊ അതില് നമ്പർ ചിലത് മാറിപ്പോയിട്ടുണ്ട്. ആ ഓർഡറിൽ നമ്പറിൽ മനസ്സിലാക്കിയാൽ മതി. 1, 2, 3 എന്നുള്ള പോലെ മനസ്സിലാക്കിയാൽ മതി. അതില് മധ്യത്തിലുള്ളത് നമുക്ക് ബ്രഹ്മപദമാണെന്നും അതിന്റെ ചുറ്റുമുള്ള 8 പദം ദേവമാണ്, അതിന്റെ ചുറ്റുമുള്ള 16 പദം മാനുഷമാണ്, അതിന്റെ ചുറ്റുമുള്ള പദങ്ങള് പിശാചമാണ്. അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്. ഈ 56 പദം കൊടുത്തിരിക്കുന്ന അതാണ് കൺഫ്യൂഷൻ. അത് ആ നമ്പർ അതാ ഞാൻ പറഞ്ഞ ആ നമ്പർ ടൈപ്പ് ചെയ്തതിൽ വ്യത്യാസമുണ്ട്. 19, 20, 21, 22 കഴിഞ്ഞാൽ 23, 24 വരേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അത് നമ്പർ ഞാനിപ്പോ ഒന്ന് വരച്ചിട്ട് അത് എയിൽ ഇട്ട് ക്രിയേറ്റ് ചെയ്തപ്പോ നമ്പർ മാറിപ്പോയി. ഞാൻ ഇട്ടതിന് ശേഷമാണ് അത് കണ്ടത്. ആ നമ്പർ ക്രമമായിട്ട് 24 നമ്പർ മനസ്സിലാക്കിയാൽ മതി. അത് വന്നപ്പോ ഒരു സംശയം നോക്കി. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാ. നമ്പറിംഗിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 7 കഴിഞ്ഞാൽ 8-ന് പകരം 15 കൊടുത്തിരിക്കുന്നത്. അത് AI ചെയ്തതിന്റെ ജെമിനിയിൽ ചെയ്തതിന്റെ ഒരു ചെറിയ വ്യത്യാസം. അതിലും മിസ്റ്റേക്ക് ഉണ്ട്. അതെ അല്ലാതെ ഞാൻ കൈകൊണ്ട് വരച്ചിട്ട് ജെമിനിയിൽ ഇട്ടൊന്നും ചെയ്തതാ, ഒന്ന് ഭംഗിയാക്കിയതാ. അതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ശരി. നമസ്തേ സർ. നമസ്തേ സർ. നമസ്കാരം. ഞാൻ ഉദയഭാനു, നാദാപുരാണ് വീട്. കോഴിക്കോട് ജില്ല, കോട്ടക്കരക്കാട്. നാദാപുരത്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാസ്തുവിദ്യയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ഉദാഹരണമായിട്ടുള്ള പള്ളി ഉള്ളത്. ശരി, അതിനടുത്ത് തന്നെ ഓഫീസ് ഉണ്ട്. അതിനടുത്ത് തന്നെ ഓഫീസ്. എന്റെ ഓഫീസ് ഉണ്ട് അവിടെ. അപ്പം കൺസ്ട്രക്ഷനുണ്ട്. ഇപ്പൊ വാസ്തു പഠിച്ചിട്ടുണ്ട്. വാസ്തു വിജയ് മാഷ് എടുക്കുന്ന പഠിച്ചു. മഹിലുള്ള പിന്നെ രണ്ടാമത് കാണിപ്പേർ വിജയ് മാഷിന്റെ മകന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ PhD ചെയ്യുന്നുണ്ട്. ശരി. വാസ്തുവിലാണ് അവൻ PhD ചെയ്യുന്നത്. പിന്നെ കാണിപ്പേർ സാറിന്റെ അടുത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ സാറിന്റെ മനസ്സിലാക്കി സാറിന്റെ കൂടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാസ്തുവിന്റെ ഓഫീസും ഇപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല ക്ലാസ് പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. സന്തോഷം. ആയിക്കോട്ടെ. നമസ്കാരം. ശശികുമാർ എന്റെ പേര്. ഞാൻ കൊല്ലം ജില്ലയാണ് സർ, ഓച്ചിറയാണ്. ഞാൻ വർക്ക്ഷോപ്പൊക്കെ നടത്തുകയാണ്. എൻ്റെ കൂടെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വാസ്തു അക്കാഡമിയുടെ പിന്നെ ഗൃഹവാസ്തു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏത്? തിരുവനന്തപുരത്ത് വാസ്തു അക്കാഡമി. അതിനടുത്താണ് ഇപ്പൊ ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജ് അതിന് തൊട്ടടുത്താണ്. അതെ സാർ, അറിയാം. അത്യാവശ്യം സ്ഥപതികളൊക്കെ ഒരു കുടുംബം എന്റേത്. പക്ഷെ അവര് പറഞ്ഞു തരാൻ വിളിച്ചപ്പോ ഞാൻ യുക്തിവാദമായിട്ട് നടക്കുമായിരുന്നേ. അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാം. നമുക്കൊരു സമയം വരണം, ആ സമയം വന്നാലേ നമുക്കത് പഠിക്കാം. ഞാൻ സാറിന്റെ നോട്ട്സ് എല്ലാം ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് നോട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഠിക്കാൻ തുടങ്ങിയില്ല, എന്തായാലും ഇത്തിരി തിരക്കുണ്ടായിരുന്നു സാർ. തുടങ്ങാൻ പോവാ. സാറിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വേണമെങ്കിൽ പഠിക്കാലോ. ഞാൻ പറയുന്ന പോലെ അധ്യാപകനെ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും. നമസ്തേ സാർ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു സാറേ. സാറേ, ഇത് സംബന്ധിയായിട്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പ്രാക്ടിക്കൽ സൈറ്റ് വിസിറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്കൊരു സ്ഥാനനിർണ്ണയം ചെയ്യാ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ക്ഷേത്രവാസ്തുവിന്റെ. ഏറ്റവും അടുത്തുള്ള ദിവസം ഞാൻ ഒന്നാം മുഹൂർത്തം നോക്കിയിട്ട് ഇടാം. ഈ അടുത്ത ആഴ്ചയിലുണ്ട് പറഞ്ഞില്ലേ ഒരു കല്ലിടല്. ഈ കൊട്ടാരക്കര ഭാഗത്താണ്. അത് പറ്റുന്നവർ അവിടെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരുന്നു. ഷടാധാരം ഇല്ലാത്ത ക്ഷേത്രമാണ്, പങ്കെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് അങ്ങനെ പരിസരത്തൊക്കെ ഉള്ളപ്പോ സമയത്ത് അത് ഏത് സ്ഥപതിയാണെങ്കിലും ചെന്ന് കയറി നിൽക്കുക, പരിചയപ്പെടുക, സംശയങ്ങള് തീർക്കുക. നിങ്ങളുടെ ഒരു നോട്ടം ആ ക്ഷേത്രത്തിന്റെ കാര്യത്തിലുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ പ്രാക്ടിക്കലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ക്ഷേത്രമാണെങ്കിലും പണി നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോവുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോവുക, കാണുക, ശില്പിയൊക്കെ പരിചയപ്പെടുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം. ശില്പികളിൽ നിന്ന് കുറെ ടിപ്സ് കിട്ടും നമുക്ക്. നമസ്കാരം. ശബരിമലയ്ക്ക് പോയിട്ട് ഒരു 10 ദിവസമായി. രഞ്ജിത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നു. നിങ്ങൾ മാത്രമാണ് ഇടയ്ക്കുന്ന വീഡിയോ ഓൺ ആക്കിയിട്ട് എനിക്ക് മുഖം തരുന്ന ഒരാള്. അതുകൊണ്ട് എനിക്ക് ഞാനും വാസ്തുവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പഠിപ്പിച്ചതാണ്. അപ്പൊ വീടിനെ കുറ്റിയടിക്കാൻ കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. ക്ഷേത്രവാസത്തിനെ കുറിച്ച് അത്രയ്ക്ക് എന്നോട് ബലമില്ല. അതൊരു ക്ലാസ്സിന്റെ ഏറ്റവും നന്നായി. ഞാനിപ്പോ ഇതിന്റെ കറസ്പോണ്ടിങ് കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ പാരമ്പര്യമായിട്ട് മുത്തശ്ശൻ കുറ്റിയടിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതാണ്. സിവിൽ കഴിഞ്ഞപ്പോ ലൈസൻസ് ഒക്കെ എടുത്തപ്പോ ഒരു ഓഫീസ് കാര്യങ്ങളായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ സ്ഥലം പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരിന്ന് പിന്നെയും പോണം, മംഗളുണ്ടാകുമ്പോ പറയും. അറിയാം. അതെ, ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ക്ഷേത്രവാസ്തുവിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കുറ്റിയടിക്കല്ലാതെ വലിയ ക്ഷേത്രങ്ങളിലേക്ക് അങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു. തിരികെ കൂടി ഐഡിയ കിട്ടി. ക്ഷേത്രങ്ങൾ പോയി കാണാറൊക്കെ ഉണ്ട്. നമ്മളിപ്പോ പെരുമ്പാവൂർ ക്ഷേത്രങ്ങളൊക്കെ പണിയുമ്പോ പോയി നിൽക്കാറും പിടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ഐഡിയ അത്ര ക്ലിയർ ആയിരുന്നില്ല. ക്ലാസ്സിലൂടെ ശരി, ഓക്കെ. അടുത്ത ആള്. സാറേ നമസ്തേ, എന്റെ പേര് ഷാജി. ഷാജിയുടെ മൈക്ക് ഒന്ന് ക്ലിയർ ആണല്ലോ ഷാജി.
ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിച്ചില്ല സാർ. ഹെഡ്സെറ്റ് വെക്കുമ്പോഴാണ് കുഴപ്പം. ശരി. ഞാൻ കോഴിക്കോട് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി എന്ന സ്ഥലമാണ്. അറിയാം. ഞാൻ ഫർണിച്ചർ സ്ഥാപനം നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഗൃഹവാസ്തു ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ഷേത്രവാസ്തുവിന്റെ ക്ലാസ് സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ക്ലാസ്സുകൾ വേണമെന്നാണ് അഭിപ്രായം. ഷാജിയുടെ നല്ല സംശയങ്ങളായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും ഷാജിയുടെ സംശയങ്ങൾ നല്ല സംശയങ്ങളായിരുന്നു. സാർ ഇതിലും കുറച്ച് സംശയങ്ങളുണ്ട്. ഇപ്പൊ എടുത്ത ക്ലാസ്സിലും ചെറുതായിട്ട് സംശയമുണ്ട്. എപ്പോ വേണമെങ്കിലും ചോദിക്കാം. എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് അറിയുന്ന പോലെ പറയാം. അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറയാം. ശരി സാർ. താങ്ക് യു സാർ. ശരി, ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി? ശരി, എല്ലാരും ആയും തോന്നുന്നു അല്ലേ സാറേ? നമസ്കാരം സാറേ. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ മാന്നാർ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ സ്വദേശിയാണ്. പിന്നെ ഞാൻ ചേർത്തല SN കോളേജിലെ മലയാളം അധ്യാപകനാണ്. ഇപ്പോ ചേർത്തല SN ഉണ്ടോ? ഉണ്ട്, ഇപ്പൊ ചേർത്തല SN ചേർത്തല SN ഇപ്പൊ സംസ്കൃതത്തിന് പ്രശാന്ത് സാറാണോ? പ്രശാന്ത് സാറ് അവിടുന്ന് ഇപ്പൊ കൊല്ലം SN കോളേജിലോട്ട് മാറി. ഇപ്പൊ അവിടെ ആരാ വന്നേ? അവിടെ ഒരു ഗസ്റ്റ് ടീച്ചർ ജസീന്ത എന്ന് പറഞ്ഞ കാലടിയിലാണ്. അറിയാം. കഴിഞ്ഞ 2 മാസം മുമ്പ് ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞിരുന്നു. പ്രശാന്ത് സാറ് ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. അത് ശരി. പ്രശാന്ത് സാർ അവിടെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷമാണ് കൊല്ലം SN കോളേജിലോട്ട് മാറിയത്. അവരുടെ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് സാർ അങ്ങോട്ട്. ഇവിടെ ഇപ്പം കുട്ടികളുടെ ഒരു ഇത് വരുന്നതുകൊണ്ട് അവരുടെ പ്രശ്നം. കൊല്ലം SN ഇപ്പൊ കുറെ ആൾക്കാരായല്ലോ അല്ലേ? അതെ. സാറ് ഇപ്പൊ പ്രശാന്ത് സാറും കാലടിയില്. ഞാൻ കാലടിയാ PhD എല്ലാം ചെയ്തത്. MPhil PhD എല്ലാം ഞാൻ വാസ്തുവിദ്യയില് ചെയ്തത്. സാറ് സംസ്കൃതത്തില് ന്യായം എന്ന് പറയുന്ന വിഭാഗത്തിൽ. അതെ. പ്രശാന്ത് സാറും ഞങ്ങള് കോണ്ടാക്ട് ഉള്ള. പ്രശാന്ത് സാറായിട്ട് ഞങ്ങൾ അവിടെ ഉള്ളപ്പോ നല്ല കമ്പനിയായിരുന്നു. ഇപ്പോഴും വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ കനിച്ചുകുളങ്ങനെ വരുമ്പോ മിക്കവാറും അവിടെ SL ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ പ്രശാന്ത് സാറിനെ കണ്ടിട്ടുണ്ട്. അതെ, കണിച്ചുകുളങ്ങര അമ്പലം ഞങ്ങളുടെ കോളേജിന്റെ. അറിയാം. സാർ പറഞ്ഞപ്പോ ഈ അമ്പലങ്ങള് പിന്നെ ചുറ്റമ്പലം ഒഴിച്ചുള്ള ബാക്കി അമ്പലങ്ങൾ സാറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ക്ഷേത്രങ്ങളൊക്കെ മനസ്സിലൂടെ ഒന്ന് പോയി. എല്ലാം നല്ല ക്ഷേത്രങ്ങളും ഒക്കെയാണ്. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇപ്പൊ ഒരു തടപ്പള്ളി പുതിയതുണ്ടാക്കി. അവിടെ ഒരു മണ്ഡപം ഉണ്ടല്ലോ. ഈ ഒരു മുരുകന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലമുണ്ട്. അതെ, നടപ്പന്തലുണ്ടല്ലോ. ഇപ്പൊ വലിയ ഇത് നിങ്ങളുടെ തേര് കയറാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ നടപ്പന്തല് കേരളത്തിൽ വേറെ എവിടെ ഇല്ല. അത് അതെ, വലിയൊരു നടപ്പന്തൽ. അതെ. നല്ല ഹൈറ്റ് ഉള്ള വലിയ തേര്. നിങ്ങളുടെ ഈ ചിക്കര കുട്ടികളുടെ ഇത് ഉത്സവത്തിന് തേര് കയറണല്ലോ. അതെ. കമ്മിറ്റിക്കാർക്ക് മുഴുവൻ കയറേണ്ട തേരല്ലേ? അതുകൊണ്ട് അതിനനുസരിച്ച് വലുതാക്കി. അതെ. അവിടെ ഇപ്പൊ നവാഹവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാ വർഷവും വരാറുണ്ട്. അവിടെ ഇപ്പൊ ഉത്സവം തുടങ്ങാനായിട്ട്. അറിയാം. ചിക്കര കുറെ ദിവസം ഉണ്ടല്ലോ ഉത്സവം. ഞാൻ ഉത്സവത്തിന് അവസാന ദിവസങ്ങളിൽ ഒരു ദിവസം വരാറുണ്ട്. ആ തിരി ഒഴിയുന്ന ദിവസമൊക്കെ മിക്കവാറും വരാറുണ്ട്. സാറ് പിന്നെ ഒന്ന് വാട്സപ്പില് ഒന്ന് മെസ്സേജ് ഇട്ടാ ഞാനും കൂടെ അവിടെ എത്തായിരുന്നു. ശരി, കാണാം. ഇനി വരുമ്പോ കാണാം. അതെ, അവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ കോളേജിലേക്ക്. 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ. മിക്കവാറും മുതലാളിയുടെ വീട്ടിലേക്ക് തന്നെ വരിക. കോളേജ് കഴിഞ്ഞിട്ടല്ലേ മുതലാളിയുടെ വീട്. അത് അവിടെ ശ്രീകൃഷ്ണ കോളേജിൽ അവിടെ ഗസ്റ്റായിട്ട് 2019 ഉണ്ടായിരുന്നു. ചൂണ്ടൽ എന്ന് പറഞ്ഞോണ്ട് അടുത്താണ്, നമ്മുടെ അടുത്താണ്. നമ്മുടെ ലക്ഷ്മി ടീച്ചറൊക്കെ എന്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ശങ്കർ ഉണ്ടല്ലോ. ലക്ഷ്മി ശങ്കരാമ സംസ്കൃതത്തിലെ. അതെ. ഞാനിവിടെ ഉള്ളപ്പോ ടീച്ചറുമായിട്ടൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച്. പിന്നെ അവിടെ തന്നെ സാറേ കാലടി പഠിച്ച വിന്ത്. അതെ, വിശ്വജ മിസ്. വിശ്വജ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. വൈഫിന്റെ ബാച്ചാണ്. അതെ, അവര് ഒരേ ബാച്ചിലാണ്.
അതെ അതെ. പിന്നെ ഒരു രമ ടീച്ചറോ അങ്ങനെ ഒരു രമ ടീച്ചർ കുറച്ച് പ്രായമായിട്ടുള്ളതല്ലേ? അതെ അതെ. രമ ടീച്ചർ മോനെ കച്ചേരിയൊക്കെ നടത്തുന്ന. അത് ടീച്ചർ റിട്ടയർ ആയല്ലോ കഴിഞ്ഞ വർഷം. റിട്ടയർഡ് ആയി അല്ലേ? ഞാൻ 2019 സുധ. അതെ അതെ, സുധ ടീച്ചർ അതെ. ഗുരുവായൂരനാണല്ലോ ടീച്ചറിന്റെ സ്ഥലമൊക്കെ. ഗുരുവായൂരപ്പനെ പഞ്ചരത്ന എഴുതിയ ആളാണ്. അതെ അതെ. ഹസ്ബൻഡ് സംഗീതമായതുകൊണ്ട് ഹസ്ബൻഡ് അത് ചിട്ടപ്പെടുത്തിയിട്ട് അത് പഞ്ചരത്ന ആലപിക്കുകയുണ്ടായി, മകൻ ആലപിച്ചു. അതെ 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 അതെ. ഞാൻ 3 പേരുടെയും അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഗസ്റ്റ് ആയിട്ടായിരുന്നു 1 കൊല്ലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അപ്പം പതിവായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന സമയത്ത്, ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കച്ചേരിയും ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ. ടീച്ചർ കഴിഞ്ഞ വർഷം റിട്ടയർ ആയി, സുധ ടീച്ചർ. പിന്നീട് വിവരമൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ സാറേ, ഞാനിങ്ങനെ ജ്യോതിഷവും പിന്നെ വാസ്തുവൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് സാറിന്റെ ഒരു ക്ലാസ് കിട്ടിയത്. അത് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇനിയും തുടർന്നും ക്ലാസ്സുകൾ ലഭ്യമാക്കണമെന്ന് സാറിനോട് അപേക്ഷിക്കുന്നു. അതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓൺലൈനായിട്ടാണെങ്കിലും നമ്മുടെ അജയ് സാറാണല്ലോ അതിനൊരു ചുക്കാൻ പിടിച്ചത് മുഴുവൻ. അപ്പൊ അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. കാണാം സാറേ. സാർ അവിടെ വരുമ്പോ കണിച്ചോളങ്ങര ഈ വർഷം വരുവാണെങ്കിൽ ഇപ്പം ഉത്സവം നടക്കാൻ പോവാണല്ലോ. സാറൊന്ന് വിവരം ഒന്ന് അറിയിച്ചാല്. ശരി, നമുക്ക് കാണാം. ആയിക്കോട്ടെ സാർ, ഞാൻ നേരിട്ട് അങ്ങോട്ട് അവിടെ നമുക്ക് കാണാം. ഒരു മെസ്സേജ് ഇട്ടോ, ഞാൻ നമ്പർ സേവ് ചെയ്ത് വെക്കാം. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. സാർ നമസ്കാരം. സാറിന്റെ അവിടെ യൂണിവേഴ്സിറ്റിയിലെ സുധീഷ് സാറുണ്ട്, അവിടെ ജ്യോതിഷത്തിന്റെ സംസ്കൃതം സുധീഷ് സാർ. സുധീഷ് ചേട്ടനെ സംസ്കൃത കോളേജിലാണ്, ഞാൻ സംസ്കൃത യൂണിവേഴ്സിറ്റി. ആലപ്പുഴ പണ്ട് പ്രചരണത്തിന് സ്റ്റാർട്ട് 2000-ലൊക്കെ അദ്ദേഹത്തിനുമായിട്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചാണ്. സംസ്കൃത പ്രതിഷ്ഠാന്റെ സാറിന്റെ പ്രതിഷ്ഠ ഇപ്പോഴും ഉണ്ട് സാർ, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. സുധീഷ് സാറിന്റെ വൈഫ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അല്ല, സാറ് ജ്യോതിഷമാണ്. വൈഫ് സംസ്കൃതമാണ്. സാറേ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സനോജ് എന്നാണ് സാറേ. പാലക്കാടാണ് വീട്. പാലക്കാട് എവിടെയാ? പാലക്കാട് ഒലോക്കോട് പറയും. ഒലോക്കോട് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നത് കഞ്ചിക്കോട് ഒരു കമ്പനിയിലാണ്. പിന്നെ കാർപ്പൻറ്റർ തന്നെയാണ്. അപ്പൊ അന്ന് ഇതിന് മുമ്പത്തെ ബേസിക് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ ഐഡിയകൾ കിട്ടി, അങ്ങനെയാണ് ഇതിലെത്തിയത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റി സാറേ. പക്ഷെ എന്റെ ബുക്കുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് ബുക്കുകളൊക്കെ അത്രയും ചോദിച്ചത്. സനോജാണ് ബുക്ക് ചോദിച്ചത്. ഞാൻ തന്നെ ബുക്ക് ചോദിച്ചത്, സാറ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ആർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ സനോജിന് തരുന്ന സനോജിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. സാർ എനിക്ക് അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സാർ. അതിന് ശേഷം മാത്രം ഒന്നും മിണ്ടിയിട്ടില്ല അതുവരെ. സാറ് ബുക്ക് ആകുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ സാറേ. സനോജിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്കെങ്കിലും ആദ്യം ഒന്ന് പബ്ലിഷ് ചെയ്യും. താങ്ക് യു സാർ, വളരെ സന്തോഷമുണ്ട്. സനോജാണ് ഈ വാശി പിടിപ്പിച്ചത് തന്നെ, അതുകൊണ്ട് സോറി സാർ. എന്തായാലും വലിയ നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി സാർ. അത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, കൈ മാത്രമേ ഉള്ളൂ, വേറെ ബുക്ക് പറഞ്ഞ സാധനം ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. ഈ ക്ലാസ് കൊണ്ട് സാറിന് കുറെ ഗുണങ്ങളുണ്ടായില്ലേ? അപ്പൊ എനിക്ക് കുറെ ഗുണങ്ങളുണ്ടായി. ഈ സനോജിന്റെ വാശി പിടിപ്പിച്ചപ്പോ ഞാൻ അത് ബുക്കാക്കി. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, പ്രിന്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ചിത്രങ്ങൾ കൂടി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കാന്ന് പറഞ്ഞത് വലിയ കാര്യമല്ലേ? മീൻസ് സാധാരണ നമ്മൾ പൈസ തീർച്ചയായിട്ടും. ഞാൻ സനോജിന് മെസ്സേജ് അയച്ചു. സനോജിന് വേണ്ടി ഞാനിത് ബുക്കാക്കി പബ്ലിഷ് ചെയ്യും, ഒരു കോപ്പി നേരിട്ട് കയ്യിൽ തരും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഇല്ലേ സനോജ്? ഇപ്പോഴുണ്ട് സാർ ആ മെസ്സേജ്. സാർ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരോടും ഞാനൊരു എന്താ പറയാ മാപ്പ് ചോദിക്കുന്നു പറയുന്ന വളരെ. ഓക്കെ സാർ. സാറേ നമസ്കാരം. ഞാൻ സോമനാഥ്, മലപ്പുറമാണ് വീട്. പക്ഷെ താമസം ഒരു 10-20 വർഷമായിട്ട് കോഴിക്കോടാണ്. 10-28 വർഷമായിട്ട്. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം MSP ക്യാമ്പിന്റെ അവിടുന്ന് ഒരു 7 കിലോമീറ്റർ, കൂട്ടിലങ്ങാടി പഞ്ചായത്ത്.
ഇപ്പൊ കോഴിക്കോട് ചാത്തമംഗലത്ത് താമസിക്കുന്നു. പിന്നെ വാസ്തുപരമായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. പിന്നെ കാണിപ്പയിൽ ശിഷ്യനാണ്. പിന്നെ കേശവദാസിന്റെ ശിഷ്യനായിരുന്നു. അങ്ങനെയൊക്കെ പോകും സാർ. ഇപ്പൊ സാറിന്റെ ശിഷ്യനെ. സാറിന്റെ ഓൺലൈൻ ശിഷ്യൻ, എന്റെ ഓൺലൈൻ ശിഷ്യൻ. അതെ അതെ. സാറിന്റെ ക്ലാസ് വളരെ സൂപ്പർ ആയിരുന്നു. വളരെ വളരെ നല്ലതായിരുന്നു. അതിനൊരു ബിഗ് സല്യൂട്ട് സാർ. അല്ല, നിങ്ങൾ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ പറയാം, എനിക്ക് അതുകൊണ്ട് വിഷമമില്ല കേട്ടോ. അല്ല, മോശമാക്കിയില്ലല്ലോ പറയാൻ പറ്റുള്ളൂ. പിന്നെ സാറ് ബുക്ക് തരാന്ന് പറഞ്ഞു. പിന്നെ പോരെ, ഇനി അടുത്ത ക്ലാസ് കൂടി ഉണ്ടാവണം. ഹയർ സ്റ്റഡി വേണം. അതിനൊരു തുടർച്ച ഉണ്ടാവണമെന്നുണ്ട്, നോക്കാം. അതെ 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 അതെ, എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് സാർ. കാണാം. സാർ കോഴിക്കോടൊക്കെ വരികയാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. കോഴിക്കോട്, മലപ്പുറം ഒക്കെ വരികയാണെങ്കിലേ. ഓക്കെ സാർ. ശരി, കാണാം. ശരി. അടുത്ത ഓമനക്കുട്ടൻ സാറേ പറയണം. കുഴപ്പമില്ല, ഞാൻ പരിചയപ്പെടാം. എന്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ്. കൊല്ലം പോരുവഴിയിലാണ് വീട്. സാറിപ്പോ നെടിയുള്ള ക്ഷേത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനടുത്തായിട്ടാണ്. അവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ 2002 തുടങ്ങിയതാണ്. എന്റെ മകള് ഇപ്പൊ പാലക്കാട് താമസിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ അവരുടെ കൂടെ പാലക്കാടാണ്, ഒലവക്കോടിനടുത്ത്. ആ ക്ഷേത്രം അടുത്ത ആഴ്ചയിലാണ് സാർ പറഞ്ഞത് അല്ലേ? അടുത്ത ആഴ്ച ഞാൻ മുഹൂർത്തത്തിലിടാം, ഗ്രൂപ്പിലിടാം. മുഹൂർത്തം ഞാൻ വന്ന് കാണാം, പരമാവധി ശ്രമിക്കാൻ ശ്രമിക്കുന്നു. ജനുവരി 26-നാണ്. ജനുവരി 26-നാണ്. തിങ്കളാഴ്ച. ശരി സാർ. ശരി, കഴിഞ്ഞോ സാർ? ഇനി ആരെങ്കിലും ഉണ്ടോ? വേണുഗോപാൽ സാർ. ഓമനക്കുട്ട സാറിനെ കണ്ടില്ല, എന്നാലും പാലക്കാട്. ഇനിയും സംസാരിക്കാനുണ്ട് ആൾക്കാര്, പക്ഷെ വേണുഗോപാൽ സാറ് ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആളാണല്ലോ. വേണുഗോപാൽ സാറേ, ഞാൻ സംസാരിച്ചു സാറേ. സംസാരിച്ചായിരുന്നു. അപ്പൊ എല്ലാരും ഒക്കെ സംസാരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജയലാൽ എന്നാണ്. ഞാന് സാറിന്റെ ഒരു ശിഷ്യനും കൂടെയാണ്. സംസ്കൃത കോളേജിൽ സാറിന്റെ ക്ലാസ് നേരിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പം അന്നേരം എനിക്ക് സാറിനോടൊന്ന് ചോദിക്കണമെന്നുണ്ട്. ഇത് ഓൺലൈനിൽ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കുമോ എന്നുള്ളത്. അങ്ങനെ കുറച്ച് നാളും മടിച്ചൊക്കെ നടന്ന് പിന്നീട് ഒരു ദിവസം ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നത്. ഈ സംസ്കൃത കോളേജിൽ ഞാൻ 2016-17 തൊട്ട് ഞാൻ അവിടെ പഠിക്കുന്നതാണ്. 6 വർഷം അവിടെ ജ്യോതിഷം പഠിച്ചു, 2 വർഷം വാസ്തു പഠിച്ചു, കേശവ സാറിന്റെ ക്ലാസ്. പിന്നെ പെൻഡില ജ്യോതിഷം ഏകദേശം 1.5 വർഷം പഠിച്ചു. പിന്നെ ഏതോ ഒരു ക്ലാസ് കൂടി ചെയ്തു. അപ്പൊ അങ്ങനെ സംസ്കൃത കോളേജിന്റെ ഒരു സ്ഥിരം ആളായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ അവസാനം ഈ കഴിഞ്ഞ 1 വർഷം ആകുന്നു സാറിന്റെ ക്ലാസ് വെച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പൊ സാറ് സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മളിവിടെ ക്ലാസ് തുടങ്ങിയത്. അപ്പം എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ സാറിനെ ക്ഷണിച്ചതും സാറ് വന്നതും ഇവിടെ പഠിപ്പിച്ചതും. ഇത്ര ആൾക്കാർ വന്നതിലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ പല ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഇവിടെ. പിന്നെ അക്കൂട്ടത്തിലാണ് ഇതും കൂടി വെച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമ്മൾക്ക് എന്തായാലും ഒരു പരീക്ഷയൊക്കെ വെക്കുന്നുണ്ട്. അതൊരു വലിയ മത്സരമൊന്നുമല്ല, എന്നാലും എന്തെങ്കിലും ഒരു പരീക്ഷ നടത്താതെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പരീക്ഷ നമ്മൾ ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് ഒരു പരീക്ഷ വെക്കാം. പരീക്ഷയ്ക്ക് എഴുതുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും തരുന്നതാണ്.
എന്റെ വീഡിയോ എഴുതാൻ ഓഫ്ലൈൻ ആയിട്ടാണോ എഴുതിക്കുക? സാർ ഓഫ്ലൈൻ ആയിട്ടാണോ പരീക്ഷ? അല്ല, പരീക്ഷ ഓൺലൈൻ പരീക്ഷ തന്നെയാണ്. അപ്പൊ ഇവര് നോക്കി എഴുതില്ലേ? അവര് നോക്കി എഴുതിക്കോട്ടെ. നമുക്ക് നോക്കി എഴുതുന്ന ക്വസ്റ്റ്യൻസ് കൊടുക്കാം. നോക്കി എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. എന്തായാലും ഓൺലൈൻ പരീക്ഷയാണ്. കാര്യം എല്ലാവരും പലരും പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ ഒക്കെ വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ അന്ന് അവിടെ നടത്തിയ പോലെ പുസ്തകം വെച്ച് ഓപ്പൺ ബുക്കായിട്ട് നിങ്ങൾക്ക് എഴുതത്തക്ക രീതിയിൽ ഒരു ഓൺലൈൻ പരീക്ഷ വെക്കാം. അതൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാം. ഒരു മൊമെന്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. നേരിട്ട് ഒരു ദിവസം വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിൽ വന്ന് സാറും കൂടി വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് സാറിനെ കണ്ട് സാറിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റും എല്ലാം വാങ്ങി ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പൊ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാം. അത് നിങ്ങളുടെയൊക്കെ താല്പര്യങ്ങൾ നിങ്ങളെ പിന്നെ ഗ്രൂപ്പിൽ അറിയിക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് അതും കൂടി ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മുൻപ് കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ സാർ ഒരെണ്ണം ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അതിട്ടാലോ? അത് പറഞ്ഞ മോഡലായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവർക്കൊന്ന് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ 2 മോഡൽ ഉണ്ടല്ലോ, ആ 2 മോഡൽ ഇട്ട് കൊടുക്കാം. പുതിയത് പറഞ്ഞ വേറെ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഇട്ടാ മതി, കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ടുള്ള സാറ് വേറെ പ്രിപ്പയർ ചെയ്ത് തരും. ഇപ്പൊ ഉള്ളതാണ് ഏറ്റവും സിമ്പിള്. സാറ് നമ്മളെ അങ്ങനെയാണ് പറ്റിച്ചാണ്. അപ്പൊ ഓക്കെ, ഇനി കൂടുതലായിട്ട് ആർക്കും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സാറിന് പ്രത്യേകം നന്ദി. നമസ്കാരം. നമസ്കാരം സാർ, എല്ലാവർക്കും നന്ദി. ഞാനാണ് ഓമനക്കുട്ടൻ കേട്ടോ. നമസ്കാരം. ശരി, അപ്പൊ എവിടെയെങ്കിലും വെച്ച് വരുമ്പോ കാണുമ്പോ ഓക്കെ സാർ. ഈ തവണ ഇല്ലെങ്കിലും അതിനടുത്ത തവണ ഉറപ്പായിട്ട് ഞാൻ വരാം സാർ അവിടെ. ശരി ശരി. ആലപ്പുഴ വരുമ്പോ പറയണേ സാർ. നെടിയുള്ളയിലെ ക്ഷേത്രത്തിന് 26-ാം തീയതി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഇനി അവിടെ ഇനി ഉണ്ടല്ലോ, എന്തായാലും ഒരു 3 വർഷത്തോളം നമ്മൾ അവിടെ ഉണ്ട്. ചുറ്റമ്പലം വരെ അവിടെ ഉണ്ടല്ലോ. അതെ ശരി ശരി. ഓക്കെ, കീപ് ഇൻ ടച്ച്. താങ്ക് യു സാർ. എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. ഓക്കെ. താങ്ക് യു.